fell in love with me. ആരും കണ്ടുപിടിക്കത്തില്ല. അന്നത്തെ ദിവസം അവൻ ബ്രേക്കപ്പ് ചെയ്തിട്ട് 20 ആയിരുന്നു. You are 90s. I'm excited to turn 40. College time. Yeah. This is your college I think I'm time. sharing too much information. Saying yes to a guy, ഞാൻ ഇവനെ കിട്ടുള്ളൂ. ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു. ഇവൻ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് തന്റെ വീട്ടിൽ തല്ലല്ലോ കഴിക്കുന്നത്. നമ്മൾ ഡേറ്റ് ചെയ്ത് ബ്രേക്കപ്പ് ആവുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും. അത് ശരിയാണ്. പക്ഷെ ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾ അയാളെ വീണ്ടും മീറ്റ് ചെയ്യുമ്പോഴോ നിന്നിൽ ഞാൻ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നത് കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ അന്നേരം ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഇനി എനിക്ക് പെട്ടെന്ന് അവളോട് ബ്രേക്കപ്പ് ചെയ്ത് അവളെ യൂസ് ചെയ്തെന്ന് തോന്നൂലേ? തോന്നൂലേ? അതുകൊണ്ട് just give me some time, I'll break up with her later. One best friend of mine fell in love with me. He proposed me. അന്നത്തെ ദിവസം അവൻ ബ്രേക്കപ്പ് ചെയ്തിട്ട് this is my girl. അപ്പോൾ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നു. So my first Valentine was matchmaked by my father. Seriously? Yeah. ഇന്റർനെറ്റ് കഫേയിൽ പോയിട്ട് എങ്ങനെ ചാറ്റ് ചെയ്യണം, ASL എഴുതണം. അപ്പൊ ഞാൻ ഈ ASL എന്താണ്, ഏജ്, സെക്സ്, ലൊക്കേഷൻ. സെക്സ്, മൈ ഫാദർ ഇസ് സേയിങ് സെക്സ്. എന്റെ തലക്കൂടെ അതാ പോയിക്കൊണ്ടിരുന്നത്. ബട്ട് ഈസ് ലൈക്ക് ഫീമെയിൽ. You are 90s. 90s kid തന്നെയാണ്. I'm 90s kid. Yes. Yeah. No, I don't mind saying my age also. ഐഡന്റിറ്റിയുടെ പടം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ people were like, എന്താ പ്രായം വെക്കാതെ. ഞാൻ തൻ്റെ വീട്ടിൽ തല്ലല്ലോ കഴിക്കുന്നത്, എനിക്ക് പ്രായം വെക്കുന്നില്ല, എന്താ പ്രശ്നം? പ്ലഗ് പോയിന്റ് പോലത്തെ എക്സ്റ്റൻഷൻ ഉണ്ട് അതിന്, അത് വെക്കും. എന്നിട്ട് ഫോൺ ചാർജ് ചെയ്ത് മുകളിൽ ഒളിപ്പിച്ച് വെക്കും. ആരും കണ്ടുപിടിക്കത്തില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം കന്യാസ്ത്രീ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ വയറ് പോവാ. ഞാനിങ്ങനെ എങ്ങനെ മാറ്റി എന്ത് ചെയ്യണം? ഞാൻ ഒന്നിൽ ഔട്ടാവുന്ന ആളാണ്. One means one beer or like one whatever. കുഞ്ഞുനാളിൽ തന്നെ വാള് വെക്കുന്ന അങ്കിൾമാരെ കണ്ടിട്ടുണ്ട്, എഴഞ്ഞ് പുറത്തു പോകുന്ന കണ്ടപ്പോൾ ഞാൻ ഇനി എന്തിനാ 20-ാം വയസ്സിൽ അത് വീണ്ടും കാണേണ്ട ആവശ്യമില്ലല്ലോ. He said, അർച്ചന, വെഡിങ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പൊ ഞാൻ അവനോട് പറയുന്ന ഡിവോഴ്സ് അവന്റെ വലിയ ആഗ്രഹമാണ്. അപ്പൊ അവന്റെ ഇഷ്ടത്തിലെല്ലാം നടക്കട്ടെ. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുന്നു അർച്ചന കവി. മോളെ സുഖല്ലേ? ഇങ്ങനത്തെ വെൽക്കം എനിക്ക് ഒരിടത്തും കിട്ടിയില്ല കേട്ടോ. സുഖാണ്. പറയൂ അർച്ചന കവി. യെസ്, സോ ഹാപ്പി അല്ലേ? വെരി ഹാപ്പി. ആൻഡ് ഐ മീൻ, ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വെൽക്കമിങ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് വരുന്ന റൈറ്റ്, ആൻഡ് യു നോ ദ തിങ് ഈസ്, people are celebrating my ഇതൊരു സക്സസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇപ്പം എൻ്റെ ലൈഫിലെ സ്ട്രഗിൾസ് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഐ ഹാവ് ബീൻ വെരി ഓപ്പൺ അബൌട്ട് ഇറ്റ് അല്ലേ. ഞാൻ എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഇരുന്ന് 2 ദിവസം ചിന്തിക്കുകയായിരുന്നു, ഈ ആൾക്കാർ എന്താ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യണത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ദെയർ വിൻ ഓൾസോ. അതാണ് ഇവിടെ സംഭവിക്കണമെന്ന് തോന്നുന്നു. ബിക്കോസ് പീപ്പിൾ ഹാവ് ദെയർ സ്ട്രഗിൾസ്. ലൈഫിൽ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളെ സ്ക്രീനിൽ കണ്ടു, അവർക്കൊരു ബ്രേക്ക് കിട്ടി. അപ്പം യുനോ അത് എൻ്റെയും കൂടെ വിജയമാണെന്ന് ആ രീതിയിലാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. അത് ഭയങ്കര ഒരു ലൈക്ക് ഐ റിയലൈസ്ഡ് വാട്ട് റെസ്പോൺസിബിലിറ്റി ഐ ഹാവ്. നമ്മൾ വെറുതെ കാഷ്വൽ ആയിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളും ആൾക്കാരെ എത്ര ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 10 years ബാക്ക് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പോലൊരു സംഭവങ്ങളോ പരിപാടികളോ ഒന്നും അല്ലല്ലോ. സോ ഡിഫറെന്റ്. കാരണം ഒരു മൂവി ആണെങ്കിൽ അതിന്റെ റിവ്യൂ, അല്ലെങ്കിൽ തിയേറ്ററിൽ വരുമ്പോൾ തിയേറ്റർ വിസിറ്റിൽ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരുന്നു, വീഡിയോ എടുക്കാൻ വരുന്നു, ഒന്നുമില്ലായിരുന്നു. അപ്പൊ ആ ഒരു 10 years ഒക്കെ കഴിഞ്ഞിട്ട് തിയേറ്ററിലൊക്കെ വന്നു കഴിയുമ്പോൾ അതും അതിന്റെയും പുറകെ പോയി നോക്ക്. ലൈക്ക് വെൻ ഐ നീലതാമരയുടെ സമയത്ത് ഒന്നും ലൈക്ക് യു നോ നത്തിങ് വാസ് ദേർ. പോസ്റ്റർ മാത്രം. എനിക്ക് തോന്നുന്നു മാക്സിമം ഞാൻ എനിക്ക് ഓക്കെ എന്നൊരു കാര്യം ഫീൽ ചെയ്തത് എന്നാന്ന് വെച്ചാൽ, കുഞ്ഞുമാളുടെ ഫോട്ടോ ആണ് ആദ്യം കാണിക്കുന്നത് പടത്തിൽ. ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഫോട്ടോ ആണ് കാണിക്കുന്നത്. ആ സീക്വൻസ് വന്നപ്പോൾ ആൾക്കാർ ടിക്കറ്റ് കീറി സ്ക്രീനിലേക്ക് എറിഞ്ഞു. ഞാൻ ഉണ്ടായിരുന്നു ആ തിയേറ്ററിൽ. അപ്പോഴാണ് എനിക്ക് ഓക്കെ ദിസ് ഇസ് സംതിങ് കോൾഡ് സ്റ്റാർഡം, യുനോ, ഇറ്റ്സ് വർക്കിംഗ്. പിന്നെ പുറത്തിറങ്ങിയപ്പം എല്ലാവരും അറിഞ്ഞായിരുന്നു ഞാൻ തിയേറ്ററിലുണ്ടെന്ന്. അപ്പം ആരും തിയേറ്ററിൽ നിന്ന് പോയില്ല.
ആ രണ്ട് കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ ദാറ്റ് ദിസ് ഇസ് സംതിങ് ബട്ട് ദർ ഇസ് നോ വൈറൽ പാട്ട് വൈറലാവുമ്പോൾ നമ്മൾ വൈറൽ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും സംഭവിച്ചില്ല. Nothing of that sort. So how much impact you are giving to people നമ്മൾ അറിയണില്ല. സോ എനിക്ക് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പം പക്ഷേ അന്നേരം ആൾക്കാർ നമ്മളുടെ അടുത്തേക്ക് വരുമായിരുന്നു. ലൈക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം ദർ ഇസ് മോർ പീപ്പിൾ കമ്മിങ് ടുവേർഡ്സ് അസ്. ഇപ്പം എനിക്ക് തോന്നുന്നു ആൾക്കാർ ലൈക്ക് ദേ ഡു കം ബട്ട് ദേ സ്മൈൽ. അവർ സോഷ്യൽ മീഡിയ ത്രൂ ചേച്ചീനെ ഞാൻ ഈ സ്ഥലത്ത് ഈ സമയത്ത് കണ്ടായിരുന്നു, ലൈക്ക് യുനോ ബിഗ് ഫാൻ ഓഫ് വാട്ട് എവർ ദിസ് തിങ്. ദർ ഇസ് നോ കോൺവെർസേഷൻ ഹാപ്പനിങ് ഇൻ പേഴ്സൺ. ദേ വിൽ കം ടേക്ക് പിക്ചർ ആൻഡ് ഗോ ആൻഡ് അത് കഴിഞ്ഞിട്ട് മെസ്സേജ് ലൈക്ക്. അതെ, പിന്നെ ആൾക്കാരുടെ ട്രീറ്റ്മെന്റും എല്ലാം ഈ പ്രൊമോഷന്റെ രീതികൾ അതും ഭയങ്കര പണ്ട് ഇപ്പം പണ്ടത്തെ എന്നെ ഓർപ്പിക്കല്ലേ. പണ്ട് നമുക്കൊരു ഷെഡ്യൂൾ കിട്ടുമായിരുന്നു. ഓക്കെ, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നമ്മൾ കൊച്ചിയിൽ ഇത് ഫുൾ തീർത്തിട്ട് പിന്നെ രാത്രി ട്രാവൽ ചെയ്യുന്ന ട്രിവാൻഡ്രത്തായിരിക്കും. പിന്നെ ന്യൂസ് ചാനൽസ് എല്ലാം കോട്ടയത്താണെങ്കിൽ കോട്ടയത്ത് പോയിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അപ്പം നമ്മൾ ആൻഡ് മുടിയൊക്കെ ഇങ്ങനെ ആയിരിക്കും, നമ്മൾ പല സ്ഥലത്തും ഓടിയ. അതെ, അയ്യോ അതിനെക്കാട്ടിലും ഐ പ്രിഫർ ദിസ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ വരുമല്ലോ, ഇപ്പോൾ അർച്ചന കവിനെ കാണുന്നു 10 വർഷത്തിന് ശേഷം തിയേറ്ററിൽ വെച്ചെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ അന്നും ചോദിച്ചായിരുന്നു, എന്നാലും കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്തെന്ന് ചോദിക്കുമോ. ഇപ്പോൾ അർച്ചന കവി വന്നു കഴിയുമ്പോൾ അർച്ചന കവി ഏയ് മാൻ നിങ്ങൾ പോയി കാണു, നിങ്ങൾ പോയി കാണു പിള്ളേരെ, വാ നമുക്ക് അടിച്ചു. സി ഇത് ആൾക്കാരെ ഭയങ്കര കംഫർട്ടബിൾ ആക്കും. ഒന്ന് അല്ല, ഈ ചോദിക്കുന്ന ആൾക്കാരെ ഭയങ്കര അവരെ ഒരു ഫീൽ ഗുഡ് ആക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ചിലർ വന്ന് ഭയങ്കര ജാടാക്കിയിട്ട് സംസാരിക്കുന്നവരും ഉണ്ട്. സോ പണ്ടും ചെയ്തിട്ടില്ല, എപ്പോഴും ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു ആ ക്ലാസ് മുകളിൽ നിന്ന് ദൈവം ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ക്ലാസ് മിസ് ചെയ്ത് വേറെ എവിടെയോ നടക്കുമായിരുന്നു. ഐ ലവ് പീപ്പിൾ. സോ എനിക്ക് ലൈക്ക് ഐ ലവ് ടോക്കിംഗ് ടു പീപ്പിൾ. എനിക്ക് അങ്ങനെ ഇൻഹിബിഷൻസ് ഒന്നും ഇല്ല. ആൻഡ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഐ മീൻ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓർക്കുന്നില്ലല്ലോ ഈ ബിറ്റ്സ് അവർ എഡിറ്റ് ചെയ്ത് ഇടുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നീ പോടാ അല്ലെങ്കിൽ വാ കാണ് എന്തെന്തെങ്കിലും ക്യാമറ പിടിച്ച് അതൊക്കെ ഇടാനുള്ള വേർത്തി കോണ്ടന്റ് ഒന്നും അല്ല. വിച്ച് ഐ വാസ് നോട്ട് തിങ്കിങ്. ഐ വാസ് തിങ്കിങ് ലൈക്ക് മൂവിനെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അത് അവർ ഇടുമായിരിക്കും അങ്ങനെ രീതിയിൽ. ദിസ് ഇസ് ഹൗ ഐ ഹാവ് ബീൻ ടോക്കിംഗ് ബിഫോർ ഓൾസോ. പക്ഷെ പണ്ട് എനിക്ക് തോന്നുന്നു പീപ്പിൾ liked seriousness. Now people like, I think because of COVID and everything we have gone through, no, people are like, let's just be real, like I'm done. എനിക്ക് കുറച്ച് തമാശ, കുറച്ച് ചിൽ വേണം എന്നുള്ളൊരു എല്ലാവർക്കും ലൈഫിൽ എനിക്ക് തോന്നുന്നു അതും സംഭവിച്ചിട്ടുണ്ട്. പീപ്പിൾ ഡോണ്ട് വാണ്ട് ടു പ്രിറ്റൻഡ്. എല്ലാരും കുഴിയിലേക്കാണ് ആ ഒരു സംഭവം. പിന്നെ അപ്പൊ ഐ തിങ്ക് ഇറ്റ്സ് ദാറ്റ്. ഇപ്പൊ ആൾക്കാർക്ക് എനിക്ക് തന്നെ പണ്ടും ആരെങ്കിലും മസിൽ പിടിച്ച് നിൽക്കാൻ പറഞ്ഞാൽ പറ്റില്ലായിരുന്നു. ഇപ്പൊ ആരെങ്കിലും പറഞ്ഞാലും എനിക്ക് ഒട്ടും പറ്റില്ല. ഇപ്പൊ ഞാൻ സോറി, എനിക്ക് ഒരു കാൽ ഓൾറെഡി കുഴിയിലാണ്, അടുത്ത കാലെടുത്ത് വെക്കുന്ന മുമ്പ് ഐ വാണ്ട് ടു ബി ചിൽ. ദാറ്റ്സ് ഇറ്റ്. Just living the present happily without any regrets. Very much, yes. One day have fun and have like you know, enjoy your time and don't hurt anybody as long as you're not hurting anyone. ഞാൻ അപ്പോൾ ആ പിള്ളേരോടും and another thing is ഇപ്പം മീഡിയ വന്ന് വീഡിയോ റെക്കോർഡ് ഈ ക്യാമറ വന്ന് ചെയ്യുന്നവരെല്ലാവരും എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിച്ച പിള്ളേരായിരിക്കും. when I was doing നീലതാമര, right? I'm not that old. സന്തൂർ so for them it is their childhood. Your 90s or no 80s? 90s kid തന്നെയാണ്. I'm 90s kid. Yes. Yeah. No, I don't mind saying my age also. I have no problem. I'm excited to turn 40. Wow. അന്നേരം മറ്റേ ചുള്ളത്തിയായിട്ട് അല്ലെ സ്പോട്ട് ഓൺ പരിപാടിയിൽ നിൽക്കുകയല്ലേ. അയ്യോ 40 അങ്ങനെ ചോദിക്കണം. ഐഡന്റിറ്റിയുടെ പടം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ people were like, എന്താ പ്രായം വെക്കാതെ ഞാൻ തൻ്റെ വീട്ടിൽ അല്ലല്ലോ കഴിക്കുന്നത്, എനിക്ക് പ്രായം വെക്കുന്നില്ല, എന്താ പ്രശ്നം? സോ ഇറ്റ് വാസ് യു നോ
that kind of thing. അതൊരു ഭയങ്കര സന്തോഷമല്ലേ? ഇത് നല്ല സന്തോഷമാണ്. ആൻഡ് ഐ എം ലൈക്ക് കണ്ണ് കിട്ടാതെ നാളെ എല്ലാം തൂങ്ങി ഉറക്കത്തിൽ നിന്നിട്ട് ഐ എം സംബഡി എൽസ്. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഇതിനെന്തെങ്കിലും you do something for this? I don't do anything. I personally think if you don't abuse your body, no, in your 20s if you're like going crazy with party kallu udikina idu ഭയങ്കര crazy ആയിട്ട് ആൾക്കാർ ചെയ്താൽ അത് naturally 30s ൽ നിങ്ങളുടെ സ്കിന്നിൽ കാണാൻ തുടങ്ങും. So you are not that party freak? I don't like. I'll tell you something. I am born to Mr. Jose Kavi, who is a party animal. അപ്പൻ പാർട്ടി ആനിമൽ ആയിരുന്നല്ലേ? Oh my god. അപ്പോൾ എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ every Friday, Saturday, Sunday we have house parties. Sunday also? Sunday also. Monday പോയാ പോരെ? Friday, Saturday okay. Monday പോകണമെങ്കിൽ Sunday പാർട്ടി ചെയ്ത് എങ്ങനെ തിരിച്ചു പോകും? എല്ലാവരും വീട്ടിൽ തന്നെ ക്രാഷ് ചെയ്തിട്ട് എണീറ്റ് പോകുന്ന സൺഡേ ആണ്. It's that kind of party. Okay. അപ്പോൾ എനിക്ക് കുഞ്ഞുനാളിൽ തന്നെ ഇത്രയും പാർട്ടി കണ്ടുകൊണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യം കൗതുകം കുറവാണ്. ഇല്ല. ഞാനിങ്ങനെ നിങ്ങൾക്ക് ഡിച്ചിങ് ഡോണ്ട് ഡു ഡിച്ചിങ് യു വാണ്ട് ടു ഡു ദിസ്. എനിക്ക് സോ മൈ ഫാദർ ഇൻ വൺ വേ ഹീസ് എ വെരി ഇൻ്റലിജൻറ്റ് പേരൻറ്റ് ഐ വിൽ സേ. ഓക്കെ. വാട്ട് ഹി യൂസ് ടു ഡു ഈസ് വൺ എനിത്തിങ് യു ഗെറ്റ് ക്യൂരിയസ് അബൌട്ട്. ഇപ്പം ഓക്കെ പുതിയ പിള്ളേർക്ക് ക്യൂരിയോസിറ്റി വരാൻ പോകുന്നു എന്ന് പുള്ളി മുമ്പേ എങ്ങനെയോ അറിയും. അതെങ്ങനെയാണെന്ന് എനിക്കറിയാം. മേ ബി ഹി ലിവ് ദാറ്റ് ലൈഫ് സോ ഹി നോസ്. യാ. സോ മൈ ഫസ്റ്റ് വാലന്റൈൻ was matchmaked by my father. Yeah. Seriously? Yeah. Which grade? I was in 6th 7th standard. 7th? Okay. ഹൈ സ്കൂളിന് തൊട്ട് മുമ്പ് തന്നെ? ഹൈ സ്കൂളിന് തൊട്ട് മുമ്പ്. ഹൗ അതെങ്ങനെ? അത് അപ്പൻ്റെ ഫ്രണ്ട്സ് സ്കോട്ട്ലാൻഡിലുണ്ടായിരുന്നു. അവർക്കൊരു മോൻ ഉണ്ടായിരുന്നു. ആ മോൻ ലൈക്ക് വി വർ ഫാമിലി ഫ്രണ്ട്സ്, സംസാരിച്ചിട്ടുണ്ട്. ശരി. സോ അവൻ എനിക്ക് അവിടുന്ന് കുറേ ലെറ്റേഴ്സും ഗിഫ്റ്റ്സും അയച്ചു. എൻ്റെ അപ്പനാണ് അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് ദൂതായിട്ട്. ഹീസ് ലൈക്ക് ദിസ് ഇസ് യുവർ വാലന്റൈൻ ഗിഫ്റ്റ്. പക്ഷെ അതിൻ്റെ മുമ്പ് എവറി വാലന്റൈൻ ഡേ ഹി വുഡ് ഗിവ് മീ ആൻഡ് മൈ മദർ റോസ്. Okay, that's again that he always used to do. But this was very weird. Like, he's giving me Valentine's Day gift. And I'm looking at it. He's like, good. So there was a dress. There was letters. Like a heart, letters. Okay. And he's like, go wear the top and come. I'm like, is this normal? Okay. And all of that thing. Then he took, and a brother num kitty. Like. Ada edu kuttiyirunnu? Adu edu friend. Appante friend. Yeah. അപ്പൻ്റെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ ഇപ്പം? എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് അപ്പൻ ഞങ്ങളെ കൊണ്ടുപോയിട്ട് അവർക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണ്ടേ? പിന്നെ മോശമല്ലേ? എന്നിട്ട് എന്നെ ലെറ്റ്സ് ബൈ സം ഇന്ത്യൻ ഗിഫ്റ്റ്സ്. അത് പപ്പ മേടിച്ച് പാക്ക് ചെയ്ത് പപ്പ അയച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ദിസ് ചാറ്റിംഗ് ആൻഡ് ലൈക്ക് മെസ്സഞ്ചർ ഒക്കെ യാഹൂ മെസ്സഞ്ചർ യു റിമെമ്പർ സം ഓഫ് യു ഇഡിയറ്റ്സ് വോണ്ട് അണ്ടർസ്റ്റാൻഡ് ബട്ട് വി വിൽ അണ്ടർസ്റ്റാൻഡ്. സോ യാഹൂ മെസ്സഞ്ചർ ഉള്ള സമയത്തൊക്കെ ഫസ്റ്റ് ടൈം ഇമെയിൽ ഉണ്ടാക്കിയതും സൈബർ കാഫെ കൊണ്ടുപോയി. സോറി, സൈബർ സെല്ലിൽ ഇല്ല, ഇനി പോകും പലവരും. ഇന്റർനെറ്റ് കഫേ, ദാറ്റ്സ് വാട്ട്, റൈറ്റ്? ഇനി പോകുന്നു. സോറി, ഇന്റർനെറ്റ് കഫേയിൽ പോയിട്ട് he is the one who's made my email address ഒക്കെ ഉണ്ടാക്കി മെസ്സഞ്ചറിൽ കൊണ്ടുപോയി. ആൻഡ് ദെൻ എങ്ങനെയാ ചാറ്റ് റൂം സെലക്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നു. എങ്ങനെ ചാറ്റ് ചെയ്യണം, ASL എഴുതണം. അപ്പം ഞാൻ ഈ ASL എന്താണ്, 8 സെക്സ് ലൊക്കേഷൻ. സെക്സ്, മൈ ഫാദർ ഇസ് സേയിങ് സെക്സ്. എൻ്റെ തലക്കൂടെ അതാ പോയിക്കൊണ്ടിരുന്നത്. ബട്ട് ഈസ് ലൈക്ക് female. So everything that my classmates figured out in their friend circle, I already knew. അപ്പൊ എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു. അപ്പൊ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ വിവരം പല കാര്യത്തെ പറ്റി അർച്ചന കവിക്ക് ആ ക്ലാസ്സിൽ. യെസ്, പക്ഷേ എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു. പക്ഷെ അത് ഈ കണ്ടതും എഴുതുകൊണ്ട് എന്നാലും എക്സൈറ്റ്മെന്റ് പോവോ? ലൈക്ക് because I'm using it maybe a year before they are using it. These people are using it. അപ്പൊ അവര് ഒരു ASL എന്ന് പറഞ്ഞു വരുമ്പോ തന്നെ ഞാൻ ASL so yeah. അപ്പൊ അങ്ങനെ the first Valentine അതായിരുന്നു. പിന്നെ അത് എങ്ങനെയാ പിന്നെ എല്ലാ വർഷങ്ങളിലും? പിന്നെ what he used to do is
സോ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ദർ ഇസ് ഡിസ്റ്റൻസ് റൈറ്റ്. സോ എനിക്ക് എന്തൊരു പൊക്രിത്തരം കാണിക്കാമെന്നുള്ളൊരു സ്പേസിൽ എത്തിയില്ല. നമ്മൾ തന്നെ എവിടെ താമസിക്കണേ. വാട്ട് ഹി യൂസ് ടു ഡു ഇസ് he used to make it very simple. He used to come, take all my friends for movie, for party, okay, for everything. You and your friends and your dad? Yeah. Like that? Yeah. As a group they go? അപ്പം കൊണ്ടുപോകും. ചില സമയത്ത് ഞാൻ ബിസി ആണെങ്കിൽ അപ്പൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു അപ്പനാണ്. അത് ഞാൻ ആ സമയത്ത് ഓർത്തോണ്ടിരുന്ന ഓ മൈ ഫാദർ ഇസ് സച്ച് എ കൂൾ ഫാദർ. ബാക്കിയൊരു വന്നിട്ട് ഓ യുവർ ഡാഡ് സോ കൂൾ ഞാനിങ്ങനെ വാവ് അമേസിങ് എന്നിരുന്ന് ആലോചിക്കും. പക്ഷെ ഈ മനുഷ്യൻ എന്താ ചെയ്തോണ്ടിരുന്നത് അറിയാം? അത് കഴിഞ്ഞിട്ട് ഇഫ് ഐ സേ ഓ ലെറ്റ്സ് പ്ലാൻ എ ട്രിപ്പ്, ലൈക്ക് ലെറ്റ്സ് നോട്ട് ടെൽ എനിബഡി വിൽ ഡു ദിസ് വിൽ ഡു ദാറ്റ് എന്നൊക്കെ പറയുമ്പോൾ നോ യാ ജോസ് അങ്കിളിന് വിഷമാവുന്നു എൻ്റെ ഫ്രണ്ട്സ് പറയും. ലൈക്ക് അപ്പനോട് പറയാതെ പോയാൽ അത്രയ്ക്കും ജോസങ്കിളായിട്ട് അത്രയും ക്ലോസ്. സോ ഐ കാൻ ഡു എനിത്തിങ് വിത്തൗട്ട് ടെല്ലിങ് മൈ പേരൻസ്. അതൊരു പണിയായി. ഹി വാസ് വെരി സ്മാർട്ട്. All my friends loved, like nobody would want to hurt him. So in short പറയുകയാണെങ്കിൽ നൈസ് ആയിട്ട് ട്രാപ്പ് ചെയ്ത് അതാകുമ്പോ അവരുമായിട്ട് കമ്പനി ആയി കഴിയുമ്പോൾ അങ്കിളിന്റെ അടുത്ത് പറയാതെ പോകത്തില്ലല്ലോ. അങ്കിളിനോട് ചോദിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അങ്കിള് നോ പറയില്ലല്ലോ. പിന്നെ ലിറ്ററലി യുവർ ഫസ്റ്റ് ബോയ്ഫ്രണ്ട് ആയിരുന്നു? First not crush I'm saying. Okay, first boyfriend. Yeah, ഇതെന്തായാലും ബോയ്ഫ്രണ്ട് ഒന്നും അല്ലല്ലോ. അത് ചുമ്മാ ജസ്റ്റ് ലെറ്ററും 7th സ്റ്റാൻഡേർഡിന്റെ ഒരു ഫസ്റ്റ് ബോയ്ഫ്രണ്ട്. സോ എന്റെ ചേട്ടൻ എന്റെ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. That's again good or very bad. He was a terror. And so you also should understand North Indiaയിൽ മേരി ബെഹൻ എന്ന് പറഞ്ഞ വേറൊരു ലൈക്ക് ഫീലിംഗ് ആണ്. So for a very like not just him, ആ ചേട്ടൻ്റെ ബാച്ച് മുഴുവൻ ബെഹനായിട്ട് തന്നെ കണ്ടിട്ട് പ്രൊട്ടക്ഷൻ, unnecessary protection. Yeah, I was going to tell that. Unnecessary. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം ഒരു പയ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവൻ ഫ്രണ്ടിൽ നിൽക്കുക, ഞാനിങ്ങനെ and I'm talking to him and all. ഏതോ ഒരു ചേട്ടൻ ആശി ചേട്ടൻ്റെ ബാച്ചിന് വന്നിട്ട് ക്യാ ഹോ രഹാ യഹാ പേ, मैं कुछ नहीं बात कर रहे यार. हाँ, എന്നിട്ട് അവനെ നോക്കിയിട്ട് ആവാസ് നീച്ചെ, ഇसे बात कर रहे ना आवाज नीचे, വോയിസ് താത്തി സംസാരിക്കണേ ഇവളോട്. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ പെട്ടെന്ന് ആവാസ് നീച്ചെ ഒരാൾക്ക്. ആൻഡ് വാട്ട് ഐ യൂസ് ടു ഡു ഈസ് ബിക്കോസ് ഐ നോ ഐ ഹാവ് എൻ എൽഡർ ബ്രദർ, ഞാൻ ഉള്ള എല്ലാം ഇഷ്യൂസിൽ ഇടപെട്ട് മഹിളാ മുക്തി ഇൻക്ലാബ് സിന്ദാബാദ് കൊടി പിടിച്ച് ഇറങ്ങും. പുറയിൽ എൻ്റെ ചേട്ടൻ ഇരുന്ന് ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് എങ്ങനെയൊക്കെയോ. പിന്നെ ഒരു ദിവസം എന്നോട് പറയും, നിനക്ക് ഏതോ ഒരു പെൺകൊച്ചി ഇരുന്ന് കരയായിരുന്നു. ഓക്കെ, അപ്പൊ ഷീ വാസ് വെരി ലീൻ. ഓക്കെ, ആൻഡ് യു ഷുഡ് റിമെമ്പർ ദിസ് ഇസ് വെൻ വി ആർ ഇൻ 8th സ്റ്റാൻഡേർഡ്. ലൈക്ക് യുവർ ബാച്ച്മേറ്റ് തന്നെ? എൻ്റെ ബാച്ച്മേറ്റ് തന്നെ. മെലിഞ്ഞിട്ടുള്ള ഒരു കൊച്ച് 8ാം ക്ലാസ്സിലാണ് ഞാൻ. അപ്പോൾ ആ കൊച്ചിനെ ഏതോ ഒരു പയ്യൻ കളിയാക്കി, നിന്റെ വീട്ടിൽ ഫുഡില്ലേ അങ്ങനെ എന്തോ പറഞ്ഞ് കളിയാക്കി. ഒരു കാര്യമുണ്ട്, പണ്ടൊക്കെ ഇത് യൂഷ്വലി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന, ഇപ്പൊ അങ്ങനെയൊക്കെ കളിയാക്കി കഴിഞ്ഞാൽ അത് മറ്റേ ഇതാവും. അന്നേ ഇതായിരുന്നു. അപ്പോൾ എന്തോ പറഞ്ഞ് കളിയാക്കി ആ കൊച്ച് കരഞ്ഞപ്പോ എനിക്ക് ആ കൊച്ചിനെ പരിചയമില്ല. എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടിന്റെ ക്ലാസ്മേറ്റ് ആണ്. അത്രയും ഒരു ബന്ധമുള്ളൂ ആ കൊച്ചായിട്ട്. പക്ഷെ ഞാൻ ക്ലാസ് റൂമിൽ പോയപ്പോൾ ഈ കൊച്ചിനെ കരയുന്ന കണ്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഇവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ നേരെ അവൻ്റെ അടുത്ത് പോയിട്ട് ഹൗ ഡെയർ യു വാട്ട് നമുക്കറിയാലോ കുറേ ചേട്ടനുണ്ടെന്ന്. ഞാൻ കുറേ അവളെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി പോന്നു. പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ ചേട്ടൻ, നിനക്ക് ആ കൊച്ചിനെ അറിയാമായിരുന്നോ? നിന്റെ ഫ്രണ്ട് ആയിരുന്നു. പിന്നെ എന്തിനാ നീ പ്രശ്നങ്ങളൊക്കെ തലേ കയറ്റി എടുത്ത് വെക്കണേ? സോറി. അതുകൊണ്ട് നോ ഗായ് വുഡ് പ്രൊപ്പോസ് ടിൽ മൈ 10th. ചേട്ടനുള്ളതുകൊണ്ട് അപ്പൊ അവരിൽ ഈ നമ്മളുടെ സ്കൂളിൽ വാലന്റൈൻസ് ഡേ എവറിതിങ് വാസ് സെലിബ്രേറ്റഡ് ലൈക്ക് ഓപ്പൺലി. ഇല്ല, എനിക്ക് ലെറ്റേഴ്സ് അല്ലെങ്കിൽ കാർഡ്സ് എന്തെങ്കിലും ഇട്ടാൽ അവർ പേരെഴുതില്ല, അവരൊന്നും എഴുതില്ല.
ഇല്ല, എനിക്കത് കുഴപ്പമില്ലായിരുന്നു. ഐ എം ഗെറ്റിംഗ് ദി അറ്റൻഷൻ. നോ, ഐ ഡോണ്ട് വാണ്ട് ടു നോ ഫ്രം ഹൂ. ഐ വാണ്ട് ദി അറ്റൻഷൻ. എന്നിട്ട് അത് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞ് ഡസ്റ്റ്ബിനിൽ എറിയും. മനസ്സിൽ സന്തോഷം. അങ്ങനെ. സോ ഐ ഡിഡ് നോട്ട് date anyone till 10th. Then I dated in my 12th. One guy who asked me out and I said okay. Like friend ആയി എന്നിട്ട് പിന്നെ he asked. Friends, I was a very friendly child. അപ്പം ഫ്രണ്ട്സ് അവൻ പണ്ടേ ആയിരുന്നു, കിൻഡർ ഗാർഡൻ മുതൽ ഫ്രണ്ട് ആയിരുന്നു. But yeah, അത് ഫസ്റ്റ് നമ്മൾ നോർമലി ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ദ വെരി ഫസ്റ്റ് പേഴ്സൺ നമ്മൾ എന്നും ഓർക്കുന്നു ഇഫ് ഇറ്റ് വാസ് സീരിയസ്. Yeah. No. And you know, honestly speaking, ഇപ്പത്തെ പിള്ളേർ അങ്ങനെയല്ലായിരിക്കും. ആ ടൈം യു ആർ ലൈക്ക് സേയിങ് യെസ് ടു എ ഗൈ. ഞാൻ ഇവനെ കെട്ടുള്ളൂ, വയസ്സ് 16 ആയുള്ളൂ, ഐ ആം മാരിയിങ് ഹിം. ലൈക്ക് ദാറ്റ്സ് ദ സ്റ്റുപ്പിഡിറ്റി വി ഹാഡ്. നോ, ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു. ഇപ്പം സിറ്റുവേഷൻഷിപ്പ് ഒക്കെ 13 വയസ്സുകാരെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. ഞാനിങ്ങനെ എനിക്കറിയാവുന്ന പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇഫ് ലൈക്ക് നമ്മൾ 12th ഡിഗ്രി ടൈം എന്നൊക്കെ പറയുമ്പോൾ മറ്റേ ഫോണൊക്കെ ഉണ്ടല്ലോ, ചെറിയ ഫോണൊക്കെ ഉണ്ടല്ലോ, വൈബ്രേറ്റ് ചെയ്യുന്ന നോക്കിയാണ് മറ്റേ. അപ്പൊ ഞാനൊക്കെ ഹോസ്റ്റലിൽ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഗേൾ ഫ്രണ്ടിന് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരു 6 ബാറ്ററി നോക്കിയുടെ ചെറുത് പാക്ക് ചെയ്ത് വെക്കും, എന്നിട്ട് ഒരു ഫോണും കൊടുക്കും. സോ ദാറ്റ് മൺഡേ, ട്യൂസ്ഡേ, വെഡ്നെസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ വരെ യൂസ് ചെയ്യാം. അതൊക്കെ ഒരു കാലമായിരുന്നു. നോ ഇൻസ്റ്റാഗ്രാം. എന്ത് ചെയ്യായിരുന്നു അറിയോ? ഇപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ഔട്ടായില്ലോ, ബൾബ് ഊറും. പിന്നെ ഇതെന്താ ആ സാധനത്തിന്റെ പേരെന്താ? ഒരു സാധനം ഉണ്ട്. അല്ല, ഒരു ഹോൾഡർ പോലത്തെ ഒരു സാധനം. അതില് ബൾബിനകത്തുള്ളത് അല്ല, ബൾബ് ഊറിയിട്ട് യു ഗെറ്റ് എ തിങ് ദാറ്റ് യു ക്യാൻ പുട്ട് വിച്ച് ഹാസ് എ റൗണ്ടിലിരിക്കുന്ന ഒരു സംഭവം. റൗണ്ടിലിരിക്കുന്ന സാധനം, പക്ഷെ പ്ലഗ് പോയിന്റ് പോലത്തെ എക്സ്റ്റൻഷൻ ഉണ്ട് അതിന്. അത് വെക്കും, എന്നിട്ട് ഫോൺ ചാർജ് ചെയ്ത് മുകളിൽ ഒളിപ്പിച്ച് വെക്കും. ബിക്കോസ് നമുക്ക് പ്ലഗ് പോയിന്റ് ഇല്ലല്ലോ ഹോസ്റ്റൽ റൂംസില്. ആരും കണ്ടുപിടിക്കത്തില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം കന്യാസ്ത്രീ ഇറങ്ങി വരുമ്പോ ഇങ്ങനെ വയറ് പോവാ. ഞാനിങ്ങനെ എങ്ങനെ മാറ്റി എന്ത് ചെയ്യണം, സിസ്റ്റർ യു ആർ സച്ച് എ വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ മാനേജ് ചെയ്തു. അപ്പോഴേക്കും അടുത്ത ആള് വന്ന് അത് ഊരി സെറ്റ് ചെയ്ത് ബൾബ് വെച്ച്. പക്ഷെ ഇതിങ്ങനെ പറയുമ്പോൾ ഒരു രസമല്ലേ. പണ്ട് നമ്മൾ പേടിച്ച കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കുറേ ഫ്രൈറ്റൻഡ് ആയിട്ട് കുറേ സംഭവങ്ങളുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് very memories. I mean, my writing comes from these things, no? These memories only you can write. Alle your script, I mean, this scene is so nice in real life when it happened. പണ്ട് കുറേ പേടിച്ച ഒരു പെർട്ടിക്കുലർ കാര്യം ആ ഒരു ഡേ. പക്ഷെ ഇപ്പോൾ ഓർക്കുമ്പോൾ എന്തിനാ ഞാൻ അങ്ങനെ പേടിച്ചത്? അങ്ങനെ ഉണ്ടെങ്കിൽ മേ ബി യുവർ റിലേഷൻഷിപ്പ് പിടിച്ചതായിരിക്കും. അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ലല്ലോ. Your daddy was cool. My dad was cool. So my dad didn't like my first boyfriend. So he only said, I know what's happening. I don't appreciate, but it's your life. Okay. Because he didn't like because of he was a little psycho. I have a type. Like what? No, so back, so okay, I'm going to tell the story very openly, because I'm a big amateur right now, so I shouldn't care. Anyway, എന്നറിയാം, പ്രായം കൊണ്ടാണെങ്കിലും അല്ലെന്നറിയാം. അതുകൊണ്ട് ഓപ്പൺ ആയിട്ട്. So this guy, I mean, if you're watching this, I'm not talking about you, okay? But again, you. But if it feels like I'm talking about you, then it's a coincidence. Right. This person does not exist in fiction, in reality, or in cinema. So I was very naive as a person. All right. Now I'll tell you naiveness inde oru degree parnjaram, that so that you understand. So amma would get chocolates or something. Ashishannum kodukkum, enikkum kodukkum. Sheri. Right? That's how parents do. Sure. Equal this thing, equality in the house. Great, good job. അതെ. അത് കഴിഞ്ഞിട്ട് എനിക്കുള്ള സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പതുക്കെ അത് ലൈക്ക് നാളെ സ്കൂളിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ പതുക്കെ കഴിക്കാം, അങ്ങനെ. മൈ ബ്രദർ ജസ്റ്റ് അപ്പം തന്നെ കഴിക്കും. അങ്ങനെയാണ് ആശേട്ടൻ.
And then what he does is he sits next to me. When you open it? No. Just like that. And he's like, मेरे मम्मी पापा तो गरीब हैं, मेरे को तो कोई नहीं खरीद के देगा चॉकलेट. ये चॉकलेट क्या होता है, इसका ടേസ്റ്റ് कैसा है, अच्छा है क्या? എന്നിട്ട് ഞാൻ എണീറ്റ് പോയി ഫ്രിഡ്ജ് തുറന്ന ചോക്ലേറ്റ് എടുത്ത് ചേട്ടന് കൊടുക്കും. ഇടിപ്പിക്കും, കൺവിൻസിങ്. Yeah, he would just say he's poor and like he has never eaten all of that thing, and I will take the chocolate and ask him, खा ले कोई बात नहीं. and I will കഴിച്ച് കഴിഞ്ഞിട്ട് പറയും, ए बेवकूफ, तेरे मम्मी पापा और मेरी मम्मी पापा एक ही है. But he will do this all the time, and I will give him all the time. Why? എനിക്ക് ആ മമ്മി പാപ്പ ഗരീബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് you know that it is ഉടായ്പ്. ഉടായ്പ് എന്ന് അറിഞ്ഞാലും എനിക്ക് ആ വിഷമം കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാളാണോ? I am very stupid. Very flexible. I am very naive in a stupid way. I would say that. And എനിക്ക് ചേട്ടൻ and അച്ഛൻ and അമ്മ എന്ന് പറഞ്ഞാൽ it's like the ultimate. So this guy I was dating. The very first person. For a very first person. 12th guy. Yeah. So what he did is he asked me out in 10th standard or something. പക്ഷെ ആ സമയത്ത് ഞാൻ പറഞ്ഞു പറ്റില്ല, I'm sorry. And I was thinking I will only say yes to one guy and I have to marry that guy. That has to happen. Those days അങ്ങനെയൊക്കെ തോന്നും അല്ലേ? ആ സമയത്ത് അതേ അല്ലേ ചിന്തിക്കുള്ളൂ. എന്ത് മണ്ടത്തരങ്ങളാണ്. Like a bang on bullseye. അപ്പോൾ I told him, I said no. And then he asked me out again, so I said yes. Done. Then what happens? പെട്ടെന്ന് all of a sudden you said, you know what, yeah. Like that. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ത്രൂ ആണ് പുള്ളി ഈ ഇൻഫർമേഷൻ എത്തിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, വി ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ, ലെറ്റ് സീ. ആൻഡ് ഞാൻ സ്കൂൾ ക്യാപ്റ്റൻ ഒക്കെയാണ്, അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്, സൈഡും കൂടെ. സോ ദാറ്റ്. അപ്പോൾ പിന്നെ ഞാൻ നോക്കും, സോ ആ സ്കൂൾ യൂഷ്വൽ വെൻ ഐ സേ ദീസ് തിങ്സ് ചിലപ്പോൾ ആൾക്കാർ ഓർക്കുമായിരിക്കും ഇതെന്തോ ഞാൻ സിനിമ സ്റ്റോറി പോലെ പറയാണ്. പക്ഷെ നമ്മളുടെ സ്കൂൾ ഹാസ് സെലിബ്രേറ്റഡ് റൊമാൻസ് എ ലോട്ട്. സോ നമ്മളുടെ സ്കൂളിൻ്റെ നടുക്ക് ഒരു മദർ മേരിയുടെ സ്റ്റാച്ചു ഉണ്ട്, അതിന് ചുറ്റും റോഡുണ്ട്. ഓക്കെ, സോ ബ്രേക്ക് ടൈമിൽ കപ്പിൾസ് ടേക്ക് ദാറ്റ് വാക്ക്. Get it. Okay, that is how you declare to the world that we are in love and I have a boyfriend or girlfriend. Yeah, this is the person. Okay? That's a kind of jada also that time. It is something. I think nothing can beat that. Correct. Ippudu I don't think anything has come close to that walk. And if you're not sure, like the guy and girl and plus or best friend ഇവളുടെയും ബെസ്റ്റ് ഫ്രണ്ട് അവളുടെയും നാല് പേരും നടക്കും. ചിലപ്പോൾ ഇവർ പൊട്ടും ആൻഡ് ഇവർ നിൽക്കും. അങ്ങനെ പല പരിപാടികൾ. അപ്പം ഞാനിങ്ങനെ നടക്കുമ്പോൾ അവൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ നടക്കുക. He took a walk with another girl. Okay, fine. And I'm like, അതെന്ത് സംഭവം മനസ്സിലായില്ല. But I'm a very non-violence, or I don't want to know. But still possessive, you can say. No, I was not possessive. I'll tell you the story. You'll think that I'm psycho. So this guy comes and tells me, Archana, I wanted to make you jealous. Okay. Hence I asked her out. ഞാൻ നോ പറഞ്ഞല്ലോ. ശരി. അപ്പൊ എന്നെ ജെലസ് ആക്കാൻ വേണ്ടിട്ട് I asked her out. അവൾ യെസ് പറഞ്ഞു. അപ്പൊ ഇനി എനിക്ക് പെട്ടെന്ന് അവളോട് ബ്രേക്കപ്പ് ചെയ്ത് അവളെ യൂസ് ചെയ്തെന്ന് തോന്നൂലേ? തോന്നൂലേ? അതുകൊണ്ട് just give me some time, I'll break up with her later. And I'm like, yes, sure. Honesty is the best policy. I'm like, fine. And for like 3-4 months he couldn't break up with this girl. Okay, and I'm like, this is normal. Okay, fine, no problem. Pinne one best friend of mine fell in love with me. Okay. Fine. And so he proposed you. He proposed me. And then this guy got scared ki chelpe ivlu yes parnalo na. Annathe divasam avan break up cheyidittu, this is my girl. അപ്പോൾ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നു. അതെനിക്കറിയില്ല, തെണ്ടിയായിരുന്നു.
ഒരു ഡിഗ്രി കൂട്ടി പറയാം. അപ്പൊ ഈ കഥയിൽ ആളുമായിട്ട് ഒരു കണക്ഷൻ. ഞാൻ എഴുതുന്ന അടുത്ത സ്ക്രിപ്റ്റിന്റെ വൺ ലൈനർ. അപ്പൊ എവിടെയോ വീട്ടിലെ സീരിയലൊക്കെ കണ്ട് പോപ്കോൺ ഒക്കെ കഴിച്ചോണ്ട് ചിലപ്പോ ഇത് കാണുന്നുണ്ടായിരിക്കും. അല്ല, മലയാളി അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡന്റ്ലി പറഞ്ഞത്. ചിലപ്പോ കണ്ടാലോ മലയാളി. ഞാൻ തന്നെ അയച്ചു കൊടുക്കും, എടാ തെണ്ടി ഇത് kind of sadist ഒന്നും വേണമെങ്കിൽ പറയാറുന്നില്ല. അങ്ങനെയുള്ളവന് ചില പണി. Now he's married happily, has a kid. Yeah. See, these things are so, he broke my heart, he did this, okay, ആ സമയത്ത്. പക്ഷെ ഇപ്പൊ ഇരുന്ന് നമ്മൾ ആലോചിക്കുമ്പം ഇപ്പോഴും നമ്മൾ സുഹൃത്തുക്കളാണ്. പക്ഷെ നമ്മൾ ആ സമയത്ത് ഇരുന്ന് എന്ത് മണ്ടത്തരായിരുന്നു കാണിച്ചു കൂട്ടി ആ ലെവലിലെത്തും. യുനോ, എന്ത് രീതി നിന്നെ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് നമ്മൾ ഡേറ്റ് ചെയ്ത് ബ്രേക്കപ്പ് ആവുമ്പോൾ നമുക്ക് നല്ല വിഷമം ഉണ്ടാവും. അത് ശരിയാണ്. പക്ഷെ ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾ അയാളെ വീണ്ടും മീറ്റ് ചെയ്യുമ്പോൾ നിന്നിൽ ഞാൻ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നത് കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ അന്നേരം ഒന്നും ചെയ്യാനും പറ്റത്തില്ല. It's too late also. No, you'll be like, why the hell was I crying because of you? You are such an idiot. പല സിറ്റുവേഷൻസിൽ തോന്നുള്ളൂ. അത് ഉൾട്ട തിങ്ക് ചെയ്യുന്നതും ഇല്ലേ? അതിന്റെ ഉൾട്ട ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. പുരുഷന്മാരെ ഗുഡ് ജോബ്. ഓക്കെ, ഇപ്പം അർച്ചനെ അറിയാവുന്ന ഫ്രണ്ട്സ്, യുവർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ യുവർ ക്ലോസ്ഡ് ബഡീസ് ഒക്കെ പറയുന്ന ഒരു കാര്യം, യു വെരി ഫൺ ലവിങ്, വെരി വെരി കൂൾ, യു വെരി ടോക്കറ്റീവ്, യു പ്ലീസ് പീപ്പിൾ, ലൈക്ക് യു നോ ഹൗ ടു. ടു സൈഡ്സ് ഉണ്ട്. അപ്പം ഇപ്പം മാരേജ് ഒക്കെ കഴിയുന്നു. അപ്പം പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഡിവോഴ്സ് ആവുന്നു. ഇറ്റ് ഹാപ്പൻസ്. അപ്പം ആ ടൈമിൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ, എടാ ഫോർ യു എങ്ങനെ ഉണ്ടായത്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. But you know what the funny part is? And this is what I want to talk to society. ആരും നമ്മളുടെ ഡിവോഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇത് ചോദിക്കില്ല, ഇതെങ്ങനെയാ നിനക്ക് സംഭവിച്ചേ. അവരെന്താ പറയണെന്ന് അറിയോ, ഇതെനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. അപ്പൊ ഞാൻ നീ പിന്നെ എന്തിനാണോ ഞാൻ കെട്ടാൻ വെയിറ്റ് ചെയ്തിരുന്നത്, അതിനെ ചോദിക്കാൻ തോന്നുള്ളൂ. നിനക്കെന്താ അന്നും അറിയത്തില്ല, എന്നെ അപ്പന്റെ കാശെങ്കിലും സേവ്ഡ്. സോ ദീസ് പീപ്പിൾ ഓൺലി സേ ദീസ് തിങ്സ്. എനിക്ക് അന്നേ അറിയാമായിരുന്നു, അവന്റെ ഈ സ്വഭാവം ഞാൻ നോട്ട് ചെയ്തായിരുന്നു. പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. അന്ന് എനിക്ക് തോന്നിയത് മനസ്സിൽ വെച്ചാൽ മതി. ഇപ്പോഴും you know, don't come and tell me now that you knew. I mean, there was a 10% chance of saving hurting. And when I say hurting, and see, I'm always been respectful to Abish and Abish's family. Okay. അപ്പോൾ ഈവൻ വെൻ ഐ സേ ഹേർട്ടിങ് ഓർ ഇത് സംഭവിച്ചു, ഞാൻ എനിക്ക് എൻ്റെ രീതി മാത്രമല്ല പറയുന്നത്, അവനും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പം ഈ രണ്ടുപേർക്കുള്ള വിഷമം അവോയ്ഡ് ചെയ്യാൻ ഈ ഒരു വ്യക്തിക്ക് പറ്റുമായിരുന്നെങ്കിൽ നേരത്തെ പക്ഷെ ആ വ്യക്തി ഓർത്ത് കാണാം, ഇനി അപ്പൊ പറഞ്ഞ ഇനി അവർക്ക് വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് okay, if you think that something is not right, mention, then this person can look through that eye. ഇതും ഒരു point of view ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാലോ. That is there. But nobody said this, how did it happen to me? And you know what, another beautiful thing, when എൻ്റെ ഡിവോഴ്സ് അല്ലെങ്കിൽ എൻ്റെ സെപ്പറേഷൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ കോവിഡിന്റെ സമയത്താണ്. അപ്പൊ എന്നോട് ആൾക്കാർ മിണ്ടാൻ വന്നില്ല, പുറത്തിറങ്ങണ്ടല്ലോ. എനിക്ക് ആരോടൊന്നും കൊടുക്കേണ്ടി വന്നില്ല. പിന്നെ പൊതുവെ എൻ്റെ അടുത്ത്, ബിക്കോസ് പീപ്പിൾ നോ ഐ വിൽ സേ ആസ് ഇറ്റ് ഇസ്, വാട്ട് ഉള്ളത് ഞാൻ മുഖത്തടിച്ച് പറയും എന്നുള്ളൊരു പേടി ആൾക്കാർക്ക് പൊതുവെ ഉണ്ട്. അതുകൊണ്ട് വന്ന് ചൊറിയാനും വരില്ല, ബിക്കോസ് ഞാൻ എന്താ അപ്പൊ പറയാൻ പോകുന്നതെന്ന് അറിയില്ലാത്തതുകൊണ്ട് ലൈക്ക് നോക്കിയും കണ്ടും ബെറ്റർ. There's a person who just came, what happened, why? I said, I couldn't have sex with him. What would they say? Like you should say really uncomfortable things to people, so weird item maximum parayumbo they will go, and then they'll be like okay alla okay bye ഞാൻ ചോദിച്ചേ ഉള്ളൂ, എനിക്ക് ആ പ്രശ്നം ഉണ്ടെന്ന് ചിലപ്പോൾ പറയും. എനിക്ക് കെട്ടിയതോട് പറയാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആലോചിക്കുന്നു നോക്കുമ്പോൾ. അപ്പോൾ അപ്പൊ അങ്ങനെയുള്ള ചോദിക്കില്ലേ, ഇപ്പൊ ഇത് മ്യൂച്വൽ ആയിരുന്നോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരാൾ തന്നെ വേണ്ട ഐ ഡോണ്ട് വാണ്ട് യു എന്ന് പറയുന്ന അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടാവാം പലർക്കും. സോ എൻ്റെ ഇറ്റ് വാസ്, ഐ വുഡ് സേ, നമ്മളെ റേസ് ചെയ്തിരിക്കുന്ന രീതി എന്നാന്ന് വെച്ചാൽ യു ഷുഡന്റ് ക്വിറ്റ്.
Okay. അല്ലേ, എസ്പെഷ്യലി മാരേജ് വിമനെ ട്രെയിൻ വയേർഡ് അങ്ങനെയാണ് നമ്മൾ. എങ്ങനെയെങ്കിലും ലൈക്ക് യു നോ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് മാരേജ് വിൽ ബി ഡിഫിക്കൽട്ട്. ദർ ഈസ് എ ബെറ്റർ സ്റ്റേജ്. ദ ബെസ്റ്റ് തിങ് വൺ ലേഡി ഹാഡ് ടോൾഡ് മീ ഈസ് വെൻ ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദേ ലൈക്ക് എടാ എല്ലാ ആണുങ്ങളും ഇങ്ങനെയാ, പക്ഷെ ഒരു 60 വയസ്സാകുമ്പോൾ അവർ നന്നാവും. ഞാൻ അപ്പം നന്നായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാനിപ്പോൾ എന്ത് ചെയ്യും? യു നോ ദിസ് ഇസ് majorly older women say this as an advice. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒരു 60 years ഒക്കെ അടിപൊളിയാവും. Because if you notice your parents, okay, നല്ല പ്രായത്തിൽ അപ്പന്മാർ കത്തി നിന്നിട്ടുണ്ട് വീട്ടിൽ, ഡിമാൻഡിങ് എനിക്ക് ഈ ഭക്ഷണം വേണ്ട, മറ്റേത് മറ്റേത് ഇത് അത്. പിന്നെ വയസ്സാകാലത്ത് ഇച്ചിരി ഓരോരോ ബോഡി പാർട്ട് വർക്ക് ചെയ്യാതാവുമ്പം ഇതില്ലേടി ആ ലെവലാവും. അപ്പൊ പെട്ടെന്ന് അമ്മമാരാണ് ഇയാൾ അന്ന് എന്നോട് ഇത് പറഞ്ഞായിരുന്നു, ഞാൻ ഇത് ചോദിച്ചപ്പം ആൻഡ് അവരുടെ സത്യം പറഞ്ഞ ദിസ് ഹാപ്പൻസ് ഇൻ മൈ ഹൗസ് ഓൾസോ. ഓക്കെ, my father pretends like he's not living there. He's like zoned out. He's nirvana attend ചെയ്തിട്ട് എങ്ങോട്ട് പോയിട്ടുണ്ട്. My mom brings 1965 സ്റ്റോറി and all. And ഞാനിങ്ങനെ എൻ്റെ പൊന്നമ്മ, ഞാൻ ആ സമയത്ത് ജനിച്ചിട്ട് പോലില്ലായിരുന്നു, എനിക്ക് കഥകൾ കേൾക്കാൻ താല്പര്യമില്ല, എൻ്റെ അപ്പൻ്റെ ഇമേജ് എൻ്റെ കണ്ണിൽ നല്ലതാണ്, അത് അതേപടി ഇരിക്കട്ടെ, നാറ്റിക്കില് പ്ലീസ്, നാറ്റിക്കില് പ്ലീസ്. അങ്ങനെ ബട്ട് all I have seen most of 60+ women taking charge and they're giving left right to these husbands. സോ അതൊന്ന് യങ്ങർ ഏജിൽ അത് ചെയ്തുകൂടായിരുന്നോ? പക്ഷെ അന്നേരം ഡാഡ ഈസ് ലൈക്ക് എ വെരി സ്ട്രോങ് ഡാഡ ഈസ് ദ സ്ട്രോങ് പേഴ്സൺ. നോ സ്ട്രോങ് പേഴ്സൺ. ഒരു പ്രാവശ്യം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസം അവർ എന്ത് ചെയ്യും? സിമ്പിൾ തിങ്. Yeah. So your parents ne peri theirs was love marriage. അല്ല ഞാൻ ചോദിക്കാൻ വരുന്നത്. Yeah. അതെങ്ങനെ മനസ്സിലായി? അതെന്നെ ചോദിക്കാൻ വരുന്നത്. നോക്കി ഇത്രയും വഴക്കിടുവാണെങ്കിൽ പിന്നെ ലവ് ആയിരുന്നു. Theirs was love. അമ്മ അഗ്രി ചെയ്യില്ല. അഗ്രി ചെയ്തില്ല. അമ്മ അഗ്രി ചെയ്യില്ല that it was love marriage, but they dated for 5 years before marriage. കെട്ടി കഴിഞ്ഞിട്ട് I mean I think it's very forward because she married at the age of 30. Yeah. Okay, yeah. And she had Ashish after 2 years. So they were like well planned and well, ഇപ്പത്തെ ആൾക്കാർ ചിന്തിക്കുന്ന പോലത്തെ പേരൻസ് ആയിരുന്നു. Okay. സോ അവര് ഭയങ്കര ലവ് മാരേജ് ആയിരുന്നു അവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അവരുടെ വീട്ടിലൊക്കെ സമ്മതിച്ചു അത് പറഞ്ഞിട്ടുണ്ടോ ഓൾ സ്റ്റോറീസ് ഒക്കെ? Yeah, no, okay, I don't know if I can go public with it. വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. My parents come from a very simple middle class family. So they met in, so my dad 10th class കഴിഞ്ഞിട്ട് പട്നയിൽ പഠിക്കുന്നു, അമ്മയും പട്നയിൽ പഠിക്കുന്നു. ശരി. ആൻഡ് അങ്ങനെ അവർ പരിചയപ്പെടുന്നു. ഇതാരോടും പറയല്ലേ, സീക്രട്ട് ആണ്. എൻ്റെ അപ്പൻ അച്ഛനാവാൻ പോയതാ. ഓക്കെ, എന്നിട്ട് ലൈക്ക് ഫൈനലി ഹി ഫെൽറ്റ് ലൈക്ക് ഹി കാൺട്ട്. ഓക്കെ, ഉപേക്ഷിച്ചു. അച്ഛൻ പെട്ട ഉപേക്ഷിച്ചു. കേറിയില്ല. അതിന് മുമ്പ് തന്നെ നൈസ് ടു മീറ്റ് യു, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് പോന്നു. സോ മൈ ഗ്രാൻഡ് മദർ വാസ് വെരി അപ്സെറ്റ്. ഇത് കാരണം ബിക്കോസ് ഒരാൾ അച്ഛനാകും അന്നത്തെ കാലത്ത് അത് ഭയങ്കര സംഭവമായിരുന്നല്ലോ. ദെൻ ഹി മെറ്റ് മൈ മദർ ആൻഡ് fall in love. Yeah, fell in love and everything. But there is another story I will tell. My mother, Amma, I love you, okay. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. വേറെ ഒരു ആളുണ്ട്, I love you too also. അത് ഞാൻ പറയാം. So they fell in love and they got married and everything. So they married. So my mom's parents couldn't afford to travel to Delhi for the wedding. Okay, sure. And my father's family had said, appan my grandfather no, പക്ഷെ അമ്മ വാസ് ഭയങ്കര നോ ആയിരുന്നു. അപ്പൊ അവരുടെ ഫ്രണ്ട്സ് ആണ് വെഡിങ് നടത്തിയത്. അപ്പൊ പപ്പയുടെ ഒരു ഫ്രണ്ട് അച്ഛനായ ഒരാളായി അങ്ങേര് ഇവരെ വിവാഹം കഴിപ്പിച്ചു. ആൻഡ് എല്ലാവരും കൂടി കുക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു ചെറിയ വെഡിങ് ആയിരുന്നു. വെഡിങ്ങിന് ഇറങ്ങിയിട്ട് ചായയും ബിസ്ക്കറ്റുമാണ് എല്ലാവർക്കും കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അവർ ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടെ ദേ ഹാഡ് ദിസ് സെലിബ്രേഷൻ. സോ ഇറ്റ് വാസ് വെരി, ഐ തിങ്ക് ഇറ്റ് വാസ് മോർ സ്പെഷ്യൽ ദാൻ വാട്ട് ഈസ് ഹാപ്പനിങ്. Small and cute.
പക്ഷേ DIY ഓൾസോ. ഇൻ ദ സെൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു ഫ്രണ്ട് വന്ന് മേക്കപ്പ് ചെയ്യുന്നു, മറ്റേ ഒരു ഫ്രണ്ട് ഫോട്ടോ ക്യാമറ ഉണ്ട് ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ, അപ്പൊ ആ ഫ്രണ്ട് വന്ന് ഫോട്ടോ എടുക്കുന്നു. വേറെ ഒരു ഫ്രണ്ട് ചെന്ന് ഇച്ചിരി കുക്കിംഗ് അറിയാം, അപ്പൊ അവൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കുട്ടി ഉണ്ടാക്കി സെറ്റപ്പ് ആക്കി വെയിറ്റ് ചെയ്യുന്നു ഇവർക്ക്. സോ അത് DIY വെഡിങ് ആയിരുന്നു അവരുടെ. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ദ മോസ്റ്റ് റൊമാൻറ്റിക് ആൻഡ് ബ്യൂട്ടിഫുൾ വെഡിങ് വൺ ക്യാൻ ഹാവ്. പക്ഷെ അമ്മ സ്റ്റിൽ എഗ്രി ചെയ്യുന്നില്ല, ദാറ്റ് വാസ് ലൈക്ക് എ ലവ് മാരേജ്. ഏത് അമ്മ അഗ്രി ചെയ്യുന്നില്ല. അതിലാണ് ഏറ്റവും കോമഡി. നൗ ഐ ആം ഗോയിങ് ടു സേ ദ കോമഡി പാർട്ട്. Okay, which is, so my mom was a pretty woman, okay, and there were many people who were interested. And അന്നത്തെ കാലത്ത് എഴുതാൻ പറ്റുള്ളൂ. So there was one uncle, I'm not naming him, but he would write letters in Shakespeare English, and like, you know, he was well read and well this thing and everything. അപ്പൊ അമ്മയ്ക്ക് ലെറ്റേഴ്സ് കിട്ടുന്ന എല്ലാം അമ്മയുടെ ഫ്രണ്ട്സ് ഒക്കെ ഉറക്കെ വായിച്ചു, അമ്മ വായിക്കുന്നു. അപ്പൊ അങ്ങേരുടെ ലെറ്ററിൽ അമ്മയ്ക്ക് ഇതുപോലും മനസ്സിലായില്ല ദാറ്റ് ഹി ലൈക്സ് ഹർ. അത്രയ്ക്ക് ലൈക്ക് യു നോ കോംപ്ലെക്സ് ആണ്. അപ്പൻ ജസ്റ്റ് റോഡ് വെരി സിമ്പിൾ, ഐ ലവ് യു. അപ്പൊ ഞാൻ എപ്പോഴും ഈ അങ്കിൾ ഇവരൊക്കെ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ ഞാൻ yeah, like everybody is in different parts of the world, but you know, everybody celebrates my success and everything. Appo naan enikku jenikade poy acha uncle jenikade poy achanana uncle achan ഞാൻ പേര് പറയാത്തോണ്ട് ആ uncle confused ആയി. ഈ പാരന്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പം യുവർ ഫാമിലി ഭയങ്കര കൂളാണ്, നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായി ലൈക്ക് ആ ഒരു ഫ്രീഡം പരിപാടി. സോ അപ്പം അത് ഇറ്റ്സ് ലൈക്ക് എ മെയിൻ പാർട്ട് അല്ലേ ഇൻ ഫ്യൂച്ചർ ആണെന്നുണ്ടെങ്കിലും. ഹാവ് യു എവർ തോട്ട് ലൈക്ക് ഫോർ യു ഓൾസോ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന്? See, I personally think my father, I don't know how he's done it, but he's done a very good job as a parent. Even as an adult, when I look back, I would say that എല്ലാ കുട്ടികൾക്ക് എൻ്റെ അപ്പനെ പോലത്തെ ഒരു അപ്പൻ ഉണ്ടാവണം. പക്ഷെ എല്ലാം പെണ്ണുങ്ങൾക്ക് എൻ്റെ അപ്പനെ പോലത്തെ ഭർത്താവ് ഉണ്ടാവണമെന്ന് ഞാൻ പറയില്ല. ഓക്കെ, ബട്ട് ഹീസ് എ തോന്നിവാസി ഇൻ മെനി വേസ്. ബട്ട് ആസ് എ ഫാദർ, ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ ചെറുതായിരുന്നപ്പം ഇപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് സിനിമ കാണാൻ പോവാം, എനിക്ക് പോകണം. ഞാനത് അപ്പൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ ഹീൽ ഓൺലി സേ ഗിവ് മീ 5 reasons why. Oh, okay. Go sit and think and give me 5 reasons why you want to go. I don't think appan idu plan cheyda karyanannu. It's just like, you know, he was an involved parent ആയിരുന്നു. Okay. അപ്പം ഞാൻ മാറി നിന്ന് പണ്ടാരം സിനിമ നല്ലതാണ് അങ്ങനെ 5 reasons കണ്ടുപിടിച്ച്. സോ അത് ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ അപ്പൻ്റെ അടുത്ത് പോകുന്ന മുമ്പ് തന്നെ ചിന്തിക്കാൻ തുടങ്ങും. ഇങ്ങനെ റീസൺസ് ഇത് ചെയ്യണം, എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഇത് ഇനി 5 റീസൺ എന്തായിരിക്കും ഇത് ചെയ്യാ. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ അപ്പൻ്റെ അടുത്ത് പറയുക പോലും ഇല്ല, ബിക്കോസ് നമ്മൾ തന്നെ 5 റീസൺ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ സച്ച് തിങ്സ് ഹീസ് ഡൺ. പാട്ട് പാടാൻ അങ്ങേർക്ക് പറ്റില്ല, ലൈക്ക് ആ ടാലന്റ് സൈഡിൽ കൂടെ പോയിട്ടില്ല. കുടുംബത്തിൽ പലവർക്കും കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ തലയിൽ അത് വീണിട്ടില്ല, കിട്ടിയിട്ടില്ല. ബട്ട് ഹി വിൽ ടീച്ച് മ്യൂസിക്. എൻ്റെ ചേട്ടൻ്റെ 21st or 20, legally whichever is a drinking age. Now it's like 23, right? Yeah, so yeah, the 20. Now, I mean, before I don't know. I think it was Ashish's 21st birthday, but legally whichever the age was. You can say 23. 23. Yeah. Appo 23 he ഒരു ഫ്രിഡ്ജ് നിറച്ച് he got beer. Okay. And he asked Ashish to bring all his friends. Boys, girls, everybody crashed in our house. And Papa's simple thing is, you have to have the first drink with us. Oh. So nee ninde capacity അറിഞ്ഞിരിക്കണം. Okay. So you drink. So what's your capacity എന്ന് ചോദിച്ചാൽ? എനിക്ക് അങ്ങനെ ഞാൻ സത്യം പറയട്ടെ, എനിക്ക് ഓവർലോഡ് ഓഫ് തിങ്സ് ആയതുകൊണ്ട് ഞാൻ ഒന്നിൽ ഔട്ട് ആവുന്ന ആളാ. One means one beer or like? One whatever. Okay. And if you drinks next to me, I will get drunk. Okay. Because I don't need alcohol.
I am drunk on life. No, because there's so much, everything is open. Yeah. Nothing gets is and that is true. അതുകൊണ്ട് നമുക്ക് ഒരു എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ അത് ചെയ്യാൻ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല, എല്ലാം ഞാൻ ഓപ്പൺ ആയിരുന്നല്ലോ. കുഞ്ഞുനാളിൽ തന്നെ വാള് വെക്കുന്ന അങ്കിൾമാരെ കണ്ടിട്ടുണ്ട്, എഴഞ്ഞ് പുറത്തു പോകുന്ന കണ്ടപ്പോൾ ഞാൻ ഇനി എന്തിനാ 20-ാം വയസ്സിൽ അത് വീണ്ടും കാണേണ്ട ആവശ്യമില്ലല്ലോ. അവർ പിന്നെ നെക്സ്റ്റ് ഡേ ഹാങ് ഓവർ, അമ്മ എന്തോ ലൈക്ക് ഡിസ്പ്രിനോ എന്തെങ്കിലും കൊടുക്കുന്നു, ആൻഡ് ഐ എം വാച്ചിങ് ഓൾ ഓഫ് ദിസ്. ഐ ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ഗെറ്റ് ഇൻടു ദിസ് തിങ്. പക്ഷെ അവരുടെ കൂടെ ഇരിക്കുന്നു and just I actually chill with enjoy them. conversations. So a lot of people have contributed to my life. Like, Okay. you know, even Papa's journalist friends ആണെങ്കിൽ അവർ വരുമ്പോഴും there would be people from China, there would be people from, so അവരെല്ലാരും they will try to teach you a little bit of their culture. ചോപ്സ്റ്റിക് ഉപയോഗിക്കാൻ എന്നെ അത് ഒരു ആൻറ്റിയാണ്. അങ്ങനെ ലൈക്ക് യു നോ ഐ ട്രാവൽ ആൻഡ് ഐ പിക്ക് തിങ്സ് ഫ്രം പീപ്പിൾ. അപ്പോൾ കുറച്ചുകൂടി നോളജും വരും. You can say, yeah, more human ആകും. Correct. That is what I'll say. Like, you know, in a younger age you see a black man, we might tease. tease alla, we might find it. Ipo kunju babies get scared. Can happen, but you know, everything was normalized. Correct. At a very young age for me. So that was ഇപ്പം പാരൻസ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഇപ്പോൾ ഓഫ് കോഴ്സ് എന്തെങ്കിലും ലൈഫിൽ ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി അഗെയിൻ യു ഹാവ് ടു ഗെറ്റ് മാരീഡ്, അല്ലെങ്കിൽ അഗെയിൻ യു ഹാവ് ടു, അല്ല അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടിപ്പ് അങ്ങനെ പറയാറൊന്നുമില്ല. ലൈക്ക് എന്റെ അപ്പം പറയുന്നത് കന്യാസ്ത്രീ ആദ്യമേ പറഞ്ഞിരുന്നോ? നീ ആദ്യവും പറയാൻ ഇപ്പൊ പറയും നീ സ്വന്തമായിട്ട് ഒരു മഠം തുടങ്ങിക്കോ. കുറച്ച് പേരോട് ഇൻവൈറ്റ് ചെയ്യാം, എന്നിട്ട് അവിടെ മറ്റേ സോങ്സ് ഒക്കെ ഇട്ട് different kind of nun. You haven't thought about that over like that getting part, married again? No, I mean getting married, അതിപ്പോ പല ഓപ്ഷൻസ് ഉണ്ടല്ലോ. You can have a boyfriend. Yeah. So the thing is, right now, you know, the problem with us is we have not lived single. Okay. Alle, like we are always trying to live in a marriage setup, അല്ലെങ്കിൽ boyfriend setup or a live-in setup. എനിക്ക് ഇച്ചിരി അതിനെ I just want to spend time with myself. Alone. I just want to spend time with myself. And I'll tell you why. When I was married, one bad thing that happened in that experience is that I lost myself. My identity, like who am I എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, അത് ഭയങ്കരമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ബിക്കോസ് സി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഞാൻ ഡൽഹി ജനിച്ച് വളർന്ന ഒരാളാണ്. ഞാൻ മലയാളം പറയുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഐഡൻറ്റിറ്റി ഡൽഹിയിൽ മലയാളിയാണ്, റൈറ്റ്? പക്ഷെ ഞാൻ നാട്ടിൽ വരുമ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി ഡൽഹി ആയിട്ടാണ്. അങ്ങനെയാണല്ലോ. ഡൽഹിയിൽ എൻ്റെ മലയാളം അടിപൊളിയാണ്, പക്ഷെ നാട്ടിൽ വരുമ്പം ഇവർക്ക് എന്താ മലയാളം സംസാരിക്കാൻ അറിയില്ല, അങ്ങനെ പറയും. പിന്നെ പല സ്ഥലത്തും ഞാൻ ലൈക്ക് സാഹിത്യം ചേർന്ന ലാംഗ്വേജ് ഉള്ള സ്ഥലത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. I don't have that kind of vocabulary. So then you should then from 2006 to 2016 I am trying my best to get accepted here as a Malayali. അല്ലേ, നമ്മളിവിടുത്തെ ആക്ടർ ഇവിടെ ഇതാകുമ്പോൾ നമ്മൾ മാക്സിമം മലയാളികരിക്കുകയാണ് നമ്മളെ. അവിടുന്ന് ഞാൻ പോകുന്നത് ബോംബെയിലാണ്, which is completely different. Entirely different. Yeah. അവിടെ ഞാൻ മലയാളി ആയിട്ടാണ് പോകുന്നത്. ആൻഡ് അവിടെ മലയാളിനെ അപ്പം വിലയില്ല, ബാക്ക്വേർഡ് ആണ്, നമ്മൾ ബാക്ക്വേർഡ് ആണ് compared to them. പക്ഷെ what is backward? It's a thought process that the live-in is not forward. Yeah. Nobody said live-in is forward and marriage is backward, right? It depends. It is what works for you. Correct. What works for another person. So avade, like I used to love cooking. Appo njan cook cheynadu was, you know, she is a woman who wants to cook. adoru ഒരു ആ രീതിയിലാണ് അങ്ങനെ ഒരു ടാഗിലേക്ക് അല്ലെങ്കിൽ ആ ഒരു like you know she is backward, she is this thing and all that. So I was
there was too many personality shifts that were happening. Okay. Yeah. മനസ്സിലായോ? Yeah. അത് കഴിഞ്ഞിട്ട് അവിടെ എനിക്ക് നാട് എന്തുകൊണ്ടാണ് ഇഷ്ടം എന്ന് ഞാൻ പറയാം. ഞാൻ അവിടെ 1 ലൈൻ സ്ക്രിപ്റ്റിൻ്റെ 1 ലൈൻ അത് എന്തെങ്കിലുമൊക്കെ എഴുതി ഷെയർ ചെയ്യുമ്പം അവിടുത്തെ പറയണത്, Archana, I don't think you can write. Okay. You shouldn't write. You should let someone else do that job. You act. നിനക്ക് എഴുത്ത് പറ്റില്ല എന്ന്. ശരി. ഞാൻ ആ സെയിം സാധനം നാട്ടിൽ നമ്മളുടെ അഭിലാഷേട്ടനുണ്ട്, 22 ഫീമെയിൽ കോട്ടയത്തിൻ്റെ റൈറ്ററാണ്. പുള്ളിക്ക് അയച്ചു കൊടുത്തു. ആൻഡ് പുള്ളി വിളിച്ച് പറഞ്ഞു, അർച്ചന ഇതിലൊരു കഥയുണ്ട്. ഓ, പോസിറ്റീവായിട്ട് പറഞ്ഞു. ഇതിലൊരു കഥയുണ്ട്, നീ ഇരിക്കുക കുറച്ചും കൂടെ. സോ ഇറ്റ് ഈസ് ഓൾസോ ദ മെച്യൂരിറ്റി ഓഫ് പീപ്പിൾ and it's also the taste of people, right now Malayalam industry and our stories are celebrated, but it was not celebrated a while back. ഇപ്പം പെട്ടെന്ന് നമ്മളുടെ ടെക്നീഷ്യൻസിനൊക്കെ എല്ലാവരും തരും, ഓ വാട്ട് അമേസിങ് ബ്ലാ ബ്ലാ. ഞാൻ ബോംബെയിലിരുന്ന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഓ യോ സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുഖത്ത് നോക്കി. സോ ഫോർ മീ ടു കം ഔട്ട് ഓഫ് ദാറ്റ് ആൻഡ് ജസ്റ്റ് റൈറ്റ് നൗ ജസ്റ്റ് ഫോക്കസ് ഓൺ I am not the Bombay Archana, I am not the Kerala Archana, I am not the Kerala Archana, who am I? That question. That is what I am figuring out. I think that is more important than pettannu going and finding someone else. So at that time you lost yourself. I lost completely. I mean, you said our relation. Yeah, I'll tell you one thing. ഞാൻ ആ സമയത്ത് വിചാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി ആൾക്കാർക്ക് എന്നെ ഇഷ്ടം ഞാൻ അർച്ചന കവി ആയതുകൊണ്ടായിരിക്കുമോ, ലൈക്ക് ആക്ടറിന്റെ ടാഗ് ഉള്ളതുകൊണ്ടാണോ ആൾക്കാർ എൻ്റെ അടുത്ത് മിണ്ടാൻ വരുന്നത്, അല്ലാതെ ഞാൻ ഭയങ്കര ബോറിംഗ് ആയിരിക്കും, ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആളല്ല, എനിക്കൊരു പേഴ്സണാലിറ്റി ഇല്ലായിരിക്കും, അത് ആ ഒരു ടാഗ് കിട്ടിയതുകൊണ്ട് നമ്മൾ ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കയറി ഭ്രാന്ത് പിടിക്കും. So from there, for me to understand that I am fun and I am interesting, it took a lot of time. Like I was willing to accept that I'm not a because social awkwardness varu. Correct. തീർച്ചയായിട്ടും വരും. ആ സമയത്ത് ആ ഫേസ് കഴിഞ്ഞ് നമ്മൾ okay, we can talk to people and that also happened in Delhi because Delhi people didn't know me. അർച്ചന കവി ഒന്നും അറിയില്ലല്ലോ. അപ്പൊ അവിടെ ചെന്ന് ഞാൻ റാൻഡം ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ they like, oh you're so fun. Yes. I'm like, I'm fun. Okay. It worked. Yeah. So that is slowly I realized ki no, it's just that I was surrounded by wrong people. Yeah. Nollar karyam. So yeah, the question was like, was it like a mutual thing that it was his decision. I respected it. Yeah. Another thing which a lot of idiots ask is alimony enda kittiye alimony. I should tell you one thing. Nobody has. I still remember I was talking to one person. तुमने डिवोर्स किया है तो पैसे तो बहुत मिले होंगे. मतलब डिवोर्स, it's not a money making activity first of all. And as far as this marriage is concerned, he's not abused me in any. I am not against people asking if there is an abuse done. If someone is asked to sit at home and asked to change their personality, അവരുടെ ഒത്തിരി വർഷം വേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ they should pay for it. If it was not out of her choice. ഇത് പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇത് അങ്ങനെയല്ല. അപ്പൊ ഞാൻ എന്തിനാ അവന്റെ കാശ് മേടിക്കേണ്ട ആവശ്യം? എന്നിട്ട് it was like a win-win എന്ന് പറയാം. It was like, I will tell you something which I tell my family. He said, Archana, wedding ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പം നിൻ്റെ എല്ലാ ഇഷ്ടത്തിൽ അത് നടക്കട്ടെ. അപ്പം ഞാൻ അവനോട് പറയുന്ന ഡിവോഴ്സ് അവൻ്റെ വലിയ ആഗ്രഹമാണ്. അപ്പം അവൻ്റെ ഇഷ്ടത്തിലെല്ലാം നടക്കട്ടെ. സോ അവൻ്റെ ഇഷ്ടത്തിലാണത് എല്ലാം നടന്നത്. Where he asked me to sign, I signed. There was no nothing. അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ പറയുമ്പോൾ ചെയ്യരുതെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പുള്ള് ചെയ്യുന്നത് ഇറ്റ്സ് എ മിസ്റ്റേക്ക് ഞാൻ പറയുള്ളൂ. I think if one person has logged off, no, like completely logged off, then you will lose your self respect,
you will lose your mental peace, you will lose everything just because you're chasing him. Correct. അപ്പം Very true. ഇഫ് ഒരാൾ ലോഗ് ഔട്ട് ആയി എന്ന് 100% ഷ്യോറിറ്റി കിട്ടിയാൽ നിങ്ങൾ നിങ്ങളെ സേവ് ചെയ്യുക, അവിടെ നിന്ന് മാറിപ്പോവുക. ആൻഡ് ഏറ്റവും ഡിഗ്നിഫൈഡ് രീതിയിൽ അവിടെ നിന്ന് പോകാൻ നോക്കുക. സോ ബിക്കോസ് യു വിൽ ലുക്ക് ബാക്ക് ആൻഡ് ബി ഹാപ്പി ഓഫ് ദാറ്റ് ഇൻസിഡന്റ്. അല്ല നമ്മൾ പറയുക അയ്യോ വേണ്ട അല്ലെങ്കിൽ ഞാൻ നിനക്ക് തരില്ല, നീ കുറച്ച് ബുദ്ധിമുട്ട്. വാട്ട് ഈസ് ദ ബിഗ് ഡീൽ ഇൻ ദെയർ? അല്ലേ അവിടെ അതിന്റെ ഒരു ആവശ്യം. അങ്ങനെ ഒരാൾ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ അബ്യൂസീവ് ആണ്. സി ഇറ്റ്സ് എ വെരി നോ ടു ഡിവോഴ്സസ് ആർ സെയിം. അപ്പം നിങ്ങളുടെ ഡിവോഴ്സ് അത്രയ്ക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച ഒരു വ്യക്തിയാണ്, അതാണ്. ആൻഡ് യു ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ലോയേഴ്സ് ഓൾസോ പ്ലേ എ ബിഗ് ഗെയിം. ദേ വോണ്ട് ടു ഇതിനെ അപ്പം നിങ്ങൾ കുറച്ച് മാറി നിന്ന് ആലോചിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങളുടെ ഇമോഷൻസിനെ മാറ്റി വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗോ ഫോർ ഇറ്റ് എന്നുള്ളൊരു അത് ദാറ്റ് വുഡ് ബി ബെസ്റ്റ്. പിന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് അല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഒരു ഡിവോഴ്സും ഇപ്പം എനിക്കിരുന്ന് പറയാം ഇത് എന്തുകൊണ്ട് ചെയ്ത്, ഐ ഡോണ്ട് നോ. എന്നോട് ഒത്തിരി ലോയർ ഫ്രണ്ട്സ് ഓഫ് മൈൻഡ് സെഡ് you should make him pay for it, you should make him pay for it, but they were saying out of friendship, you know, they were not my lawyers, they were just saying out of towards you all the concern kondaayirikkum adu parayunnathu. It should pinch him that this happened. But my thing is, even if I'm taking money is the only thing you can take, right? You can't take anything else. Will I be able to spend it peacefully? No way. And then orphanage എവിടെയെങ്കിലും like why? Like if he can spend it nicely somewhere, might as well he spend it. Then ഒരു വാശിക്ക് ഒരാളെ I can't do any of those things. അതുകൊണ്ട് ഒരു ഡിഫറൻസും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സമാധാനത്തിൽ ഇപ്പൊ കടന്നുറങ്ങാം. That is way price. ഇപ്പൊ അതുണ്ടല്ലോ, ഉണ്ട്, വളരെ ഹാപ്പി ആണല്ലോ. ഒരു ബ്യൂട്ടിഫുൾ സോങ് ലൂപ്പിലിട്ട് കേൾക്കുവാന്ന് വെച്ചോ, അത് അതായത് അന്ന് തൊട്ടേ മേ ബി ഒരു 10 years 15 years ബാക്ക് തൊട്ട് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ 10 years കുറച്ചോ ആക്ച്വലി അതെങ്കിലും ഞാൻ പിന്നെ 5 years ആക്കാം. I don't. So the thing is, you sing also? No, I don't sing, not at all. സൈഡിൽ കൂടെ ഞാൻ ഈ പടി തന്നെയായിരുന്നു കേട്ടാ, അറിയാന്ന്. സോ ഐ ഫോർ എ വെരി ലൈക്ക് ദിസ് 10 years എടുത്ത് നോക്കിയാൽ, for a very long time I was very cut off from music. I would never listen to music. So these are all parts of depression. Okay. So the only thing I used to play in loop was Friends. That show. I used to feel like I'm surrounded by them and I'm watching it and that's it. എനിക്ക് വേറെ ഒന്നും ഞാൻ കാണില്ലായിരുന്നു, കേൾക്കില്ലായിരുന്നു, പാട്ടും കേൾക്കില്ലായിരുന്നു. ഇപ്പം ഞാൻ കേൾക്കുന്ന എനിക്കൊരു അഞ്ചുടെ ഒരു പാട്ടുണ്ട്, മേലെ മേലെ അതാണോ? That I listen. It calms me down. ഞാൻ കടത്തി ഉറക്കി. So I listened to her. Then I called Josna ചേച്ചി ഒരു ദിവസം and I said, ഇതില്ലേ കർണക്കൊന്തയില്ലേ, അത് എനിക്കൊന്ന് റെക്കോർഡ് ചെയ്ത് തരുമോ, പാടി റെക്കോർഡ് ചെയ്ത് തരുമോ. She did that for me. The row. Okay. She did that for me. That has been my loop, mental health loop. The complete. Yeah. ആണല്ലേ. അത് മോൺ ആകാൻ കുറച്ച് ടൈം എടുത്തല്ലേ നല്ല രീതിയിൽ? You took time almost. It took a lot of time. Because it's, see, first of all, you know, two things happened together. അല്ലെ, മെന്റൽ ഹെൽത്തും സംഭവിച്ചു, ഡിവോഴ്സും സംഭവിച്ചു. ഇത് സംഭവിച്ചത് കൊണ്ട് മെന്റൽ ഹെൽത്തും അഫക്റ്റ് ആയി. അപ്പോൾ രണ്ടും സംഭവിച്ചു. ഏത് ആദ്യം വന്നതെന്ന് അറിയില്ല ആക്ച്വലി സ്പീക്കിംഗ്. അപ്പം എന്തിനു ആദ്യം ടാക്കിൾ ചെയ്യണം എന്ന് നമുക്ക് അവിടെ ഓപ്ഷൻ ഇല്ല. നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസും ഇല്ല. പ്രീവിയസ് എക്സ്പീരിയൻസ് കൂടും. ഐ എം ദ ഫസ്റ്റ് ഹീറോയിൻ ഫ്രം ദ ഫാമിലി, ഐ എം ദ ഫസ്റ്റ് ഡിവോഴ്സി ഫ്രം ദ ഫാമിലി. ഡിപ്രഷൻ വന്ന ആളും ഫസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ല, കുടുംബത്തിലുണ്ട്. കൂട്ടുണ്ട്, അതിന് കൂട്ടുണ്ടെന്നല്ലേ? അതിന് കൂട്ടുണ്ട്. പക്ഷെ മരുന്ന് എടുക്കുന്നത് ഞാനായിരിക്കും മേ ബി. ഇപ്പൊ ഇല്ലല്ലോ. ഉണ്ട്. ഇറ്റ്സ് ഗോണ ബി ലൈഫ് ലോങ്. ഓക്കെ. ഇഫ് അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
ബിഹേവിയറിലോ അങ്ങനെ I would be sad. ഞാനിങ്ങനെ ഫുൾ അങ്ങനെ പോകും. ഡോപ്പമിൻ ലെവൽ കൂടാൻ ചാൻസ് ഇല്ല. എൻ്റെ ബ്രെയിൻ doesn't generate that chemical. മനസ്സിലായി. Yeah, it's that. So it needs help. Yeah. So do you believe in manifesting things? I do. ആണോ? I do. അല്ലേ? Yeah. I do. And ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. ഹാപ്പൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ലൈക്ക് ബട്ട് സ്മോൾ തിങ്സ് എനിക്കിപ്പം പറയാൻ ഓർമ്മ കിട്ടുന്നില്ല. എന്തെങ്കിലും മേടിക്കുന്ന കാര്യമായിരിക്കാം. നോ നത്തിങ് ലൈക്ക് ദാറ്റ്. നോ യു നോ മീ ബൈ നൗ. മേടിക്കുന്ന കാര്യങ്ങളല്ല, അതൊരിക്കലല്ല. ബട്ട് ഇറ്റ് ഷുഡ് ഹാപ്പൻ എന്ന് ഓർക്കുന്ന എന്തെങ്കിലും, അതങ്ങനെ ഹാപ്പൻ ചെയ്തിരുന്നെങ്കിൽ അതിനുവേണ്ടി ഓർത്ത് ആൻഡ് ദെൻ ഇറ്റ് ഹാപ്പൻ. എനിക്ക് അങ്ങനെ പറയാൻ ഇപ്പം മനസ്സിൽ കിട്ടുന്നില്ല. ബട്ട് എ ലോട്ട് ഓഫ് തിങ്സ് ഹാവ് ഹാപ്പൻഡ് in the past a year or two, like a lot of things. But I would say it's more in a spiritual way. Okay. ഇപ്പം ഞാനൊരു like you know if I'm looking for a sign, I'll get a sign, very clear sign, like Okay. അങ്ങനെ ഇപ്പം ഇത് ചെയ്യണോ അത് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഈശോ ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളൊരു ദൈവമായിട്ട് കൊണ്ടു തരുന്ന ചില someone will come and tell me. കറക്റ്റ് ആയിട്ട് അരെ why don't you do this, അങ്ങനെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം റൈറ്റ് ട്രാക്കിലോട്ട് പോയിട്ടുണ്ട്. യെസ്. ഇപ്പം ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർ പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടാവുമല്ലോ, ഇത് കഴിഞ്ഞ് ഓവർകം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ അത്ര ഹാപ്പി അല്ല, ഹൗ ടു ബിക്കം ഹാപ്പി അല്ല, ഹൗ ടു ബി ഹാപ്പി ഓൾവേസ് എന്ന്. ഇപ്പോൾ ഫൈനലായിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൾക്കാർ റേസ് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സോ അതിന് സെൽഫ് കണ്ടുപിടിച്ചൊരു ഉത്തരം പലർക്കും പലതായിരിക്കും. ഒരു ഉത്തരം എന്താ, ഹൗ ടു ബി ഹാപ്പി ഓൾവേസ്, ലൈക്ക് ഫൈനലി ഡോണ്ട് ചേസ് ഇറ്റ്. ഹാപ്പിനെസ് ഇസ് ദി ഓൺലി തിങ് ദാറ്റ് കംസ് ടു യു വെൻ യു are not expecting it. Okay. അതിനു വേണ്ടി ശ്രമിക്കാതെ ഇറ്റ് ഷുഡ് ഓട്ടോമാറ്റിക്കലി ഫ്ലോയിൽ വരണം. അതെ, നമ്മൾ എപ്പോൾ വേണം നമ്മളുടെ ഹാപ്പി. ഇപ്പം ഞാൻ പറഞ്ഞ യുനോ ഹാപ്പിനെസ് നീ യുനോ ഗോ ഡു ഷോപ്പിംഗ് തെറപ്പി, അങ്ങനെ അവർ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കും. ഹാപ്പിനെസ് ഇപ്പം കിട്ടി പിന്നെ പോയി, കിട്ടി പിന്നെ പോയി. സോ വാട്ട് ഐ ഹാവ് ഫെൽറ്റ് ഈസ് the more you're going to be with yourself, the more you'll understand your demons, and the more you learn to handle them, the more you're going to be happy. Okay. So അപ്പം സെൽഫ് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും. Yeah. That's like പിന്നെ എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ it's very easy to tackle also. No. ബട്ട് എന്ത് പ്രോബ്ലം വന്നാലും നമുക്കറിയാം എനിക്ക് ഈ ചെറ്റ സ്വഭാവം ഉണ്ട്, അത് പുറത്തിറക്കണ്ട, അതേ ഉള്ളൂ. അത് ടാക്കിൾ ചെയ്യാൻ നമ്മൾ പഠിക്കില്ല ഒരിക്കലും. സ്വഭാവം ഉണ്ടെന്നുള്ളത് ഒരു ബലമാണ്. എനിക്ക് ഈ സ്വഭാവം ഉണ്ട്, അപ്പൊ ഇത് ഇവിടെ ഇറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അടുത്ത എന്താ നമ്പർ, ആ ഒരു സാധനം. But you would be more aware. മുമ്പ് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി okay, if we are a reactive person, we'll immediately react whatever happens. But if we know each other, okay, I'm a reactive person. All okay, right. Is it worth right now to show this reaction? No. Okay. Let me look at other things. ഞാൻ പല സമയത്തും ആൾക്കാർ ഇങ്ങനെ അനോയ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ മനസ്സിൽ വേറെ പാട്ടുകൾ വേറെ കാര്യങ്ങളൊക്കെ ആലോചിക്കും. അപ്പം so I don't have to deal with them. You don't have to mind it also. Yeah. So do you have one? And I have another magic that I have is I have very bad memory. It's a good thing. It's a amazing thing. Somewhere. No. Everywhere. Okay. ഇപ്പം I say എനിക്ക് മെമ്മറി ഇല്ലാന്ന്. Okay, so that helps. Nobody is going to be offended. പിന്നെ എന്നെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് മറന്നു പോകും. ബർത്ത്ഡേ പോലും വിഷ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വിളിച്ച് ഓർപ്പിക്കും. You don't know that about me? No. If I have I plan my own surprise birthday party first of all, because I don't want anybody to take that pain, and I don't trust anybody also. So you give treat. ഞാൻ ഫുൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം ഫുഡ് അറേഞ്ച് ചെയ്ത് ഡെക്കറേഷൻ വരെ ഞാൻ സെറ്റ് ചെയ്ത് 4-ാം തീയതി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പുറത്ത് പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ താക്കോല് കൊടുക്കും. അവരകത്ത് കയറി സെറ്റ് ആയി കഴിഞ്ഞ് ഞാൻ അത് ഇങ്ങനത്തെ ഒരു അപ്പൊ ഇത്തവണ ഞാൻ പന്തലിന്റെ ആൾക്കാരുടെ കൂടെ ലൈക്ക് ഐ സെഡ് കേക്ക് റെഡി ആക്കിക്കോ ഞാൻ വരുവാണ്.
അടിപൊളി. സോ അങ്ങനെ ഒരു ഇപ്പോൾ പലരും പറയുന്നത്, ഇപ്പോൾ ഒരാളോട് ഫ്രണ്ട്സിനെ പറ്റി ചോദിക്കുമ്പോൾ ചില ആൾക്കാർ പറയുന്നതാണ് ഐ ഹാവ് ലോഡ് ഓഫ് ഫ്രണ്ട്സ്. ഒരു കൂട്ടരാണ്. ചിലരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഫ്യൂ ഫ്രണ്ട്സ് ഉണ്ട്. ചിലർ പറയും ഒരു 1% കാണുമെന്ന് പറയും. ഈ 3 പേരും പറയുന്നത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കണമെന്നില്ല. ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാൾ പോലും കൂടെ കാണണമെന്നില്ല. ഈ 1 ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്നതായിരിക്കും ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ വിത്ത് ഹൂം യു ക്യാൻ ബിൽഡ് എ ഈക്വൽ വൈബ് ഓർ റാപ്പ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഫോർ യു ചോദിച്ചു കഴിഞ്ഞാലോ? എനിക്ക് ഐ ഹാവ് ഫ്യൂ. ഫ്രണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പേഴ്സൺ എന്ന് ചോദിക്കാം. പേഴ്സൺ ഐ എം സേയിങ് ഐ ഹാവ് ഫ്യൂ. പിന്നെ എൻ്റെ ഫാമിലി ഭയങ്കര വലുതാണ്. Like I said, my grandfather has 10 kids. Okay. There was no television, guys. You should understand. അപ്പോൾ അങ്ങനെ അവരുടെ മക്കള്. So my cousins are like we are like one bunch of people. Gang. So നമ്മൾ ഒത്തിരി ആൾക്കാരുണ്ട് and we are very loud. അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ എൻ്റെ കസിൻസ് ആയിരിക്കും. ഓഫ് കോഴ്സ്, യാ, ഫാമിലി. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് എന്താ പറയുക, that you can rely on them for everything. Yeah. Like it's very crazy friendship that we have. Then I have few friends who are who ഇപ്പം എനിക്ക് there are certain topics I can talk to you. Yeah. Bandwidth ഉള്ള ചില ഏരിയാസ് ഉണ്ടാവും. Yeah. So I will only talk to you about that particular thing. അല്ലേ? ആ കാര്യങ്ങളിലേക്ക് ഇപ്പം കരിയർ റിലേറ്റഡ് ആണെങ്കിൽ I will have a friend who can help me in that space. ഞാനൊന്നും ആ വഴിക്ക് വരത്തില്ല. പിന്നെ if it is like I like a guy, he's cute, okay, what do I do? Okay. I know a girl who അവളെ വെച്ചിരിക്കുന്നത് തന്നെ നോ പറയാനാണ്. And for me, because my parents, I mean, I really genuinely get scared of what's going to happen because they are such a big part of my life as friends also. Like yesterday a friend of mine came, he's going through divorce. Alright. I mean he's done with his divorce but he's still figuring out what went wrong. Okay, ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ ഞാൻ പുറത്ത് പോവാ അവൻ്റെ കൂടെ. അപ്പം അവനോട് വന്ന് മിണ്ടി അവൻ പോയി. ഞങ്ങൾ ഫോർട്ട് കൊച്ചി ഫുൾ നടന്ന്. And this is 12 o'clock, 11 o'clock, 12 o'clock രാത്രി നമ്മൾ ഫുൾ ഫോർട്ട് കൊച്ചി നടന്ന് സംസാരിക്കുകയാണ്. ഫിലോസഫി, റിലേഷൻഷിപ്പ്, അത് ഇതൊക്കെ സംസാരിച്ച അവസാനം നമ്മൾ വീട്ടിൽ വന്ന് ഇരുന്ന് നമ്മൾ സംസാരിക്കണം. അപ്പൻ 2 മണിക്ക് 3 മണിക്ക് എണീറ്റ് വന്നിട്ട് ഇവിടെ കുട്ടികളെ നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങണ്ടേന്ന്. But what I'm saying is our freedom and that one thing which I really appreciate about my parents is the faith they have in me. Like he's a man who's in my house at 2 at night. Correct. Right? Any parent would be like something else, but he knows me, the person I am. Other not at the age of 30 years, he's more than the double. Yeah. he did that when I was 16 17 onwards. അത് ഞാൻ and ആ ഒറ്റ കാരണം കൊണ്ട് I will never disappoint him. മനസ്സിലായോ? Like the faith he has in me, like my child, I have given her freedom to do whatever. So no doubt that you have a very Django family. I have a Django family. Totally. അത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട് അല്ലേ? I mean, even you know what, next time you should do a interview with me and my dad. ഇന്ന് ആക്ച്വലി സർപ്രൈസ് ആയിട്ട് അങ്കിളിനെ കൊണ്ടുവരായിരുന്നു. അതെ, നേരത്തെ പ്ലാൻ ചെയ്താൽ മതിയായിരുന്നു. സത്യം. അല്ലെ, കുറേ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലൈഫിൽ വരുമ്പോൾ അതിപ്പോൾ ഹാർഡായിട്ടുള്ള സ്ട്രഗിൾ ആണെങ്കിൽ എന്താണ്, കുറേ കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് ടോണ്ടായി. എനിക്ക് like I said, എനിക്ക് ഇപ്പം if anybody says if I give you a chance to rewind your life, would you want something different? I would. If you ask me, I don't want the divorce. Okay, like that. Including divorce, I wanted, including mental health. ഞാനിത് എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ I'll tell you one example. I remember when Mamta Mohandas got married, right? It was a huge wedding and everything, right? And it was also her childhood friend, I think. And in 6 months' time, she called it off and was a divorce. And I remember when I read about it, I was like, yaar,
up 6 months mein if you have to call it off, why did you get married, right? And then I was like, നിങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് അല്ലെ, നിങ്ങൾക്ക് അറിയുണ്ടാവില്ല, എൻ്റെ തലയിൽ കൂടെ പോയ കാര്യങ്ങളാണ്. And why spend so much money, For the marriage all of and those everything, things. I did the same thing, and 6 months into my marriage I knew it's not going to go anywhere. അപ്പളേ I knew it's going to be tough എന്ന് മനസ്സിലായിരുന്നു. It's going to be tough എന്ന് മനസ്സിലായി. Tough എന്ന് മനസ്സിലായിരുന്നു. So I'll tell you what my mental health has done to me. It has made me more human. Like I understand other people's pain way more than I used to before. ഞാൻ തന്നെ ഇരുന്ന് പറയായിരുന്നു മെൻ്റൽ ഹെൽത്ത് ഇസ് റിച്ച് പീപ്പിൾസ് എക്സ്ക്യൂസ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു ദാറ്റ് നിങ്ങളുടെ യു ഹാവ് എ പ്ലേസ് ടു സ്റ്റേ, എല്ലാം ഉണ്ട്, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ വേണം, അപ്പം നിങ്ങൾ മെൻ്റൽ ഹെൽത്തിനെ ചെയ്യുവാണ്. But when it hit me, and when it hit me hard, and the ball is in your court, you will understand. I was like, no, I can't say that. Sure. I can't say that. So for me, and the reason why I want the mental health is empathy. My emotional intelligence has grown so much. It is beautiful. Like I can feel other people. That's why I'm more tolerant to people. And I like that about me. I like the person that I am. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ടാണ് ഈവൻ കൂടുതൽ പരിചയമില്ലെങ്കിൽ പോലും ആൾക്കാർ അർച്ചനയുടെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോഴും അല്ലെങ്കിൽ മൂവിയുടെ സമയത്ത് വരുമ്പോഴും വാട്ട് ഡേ ലൈക്ക് എന്ന് ചോദിക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട്, ബിക്കോസ് യു ട്രീറ്റ് എവരി വൺ ഈക്വലി, റൈറ്റ്? അതുകൊണ്ടല്ലോ. അപ്പോൾ ഈവൻ അവരും ആശ്ചര്യപ്പെടുവാണ്, ദിസ് ഇസ് ഫസ്റ്റ് ടൈം ആക്ട്രസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ നമ്മളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. But I'm also not a A-lister or anything. But still people knows you, right? So അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞു കേട്ടോ. സോ അതുകൊണ്ട് തന്നെ എവരിവൺ ലവ്സ് യു. താങ്ക്സ്. ഇങ്ങനെയൊക്കെ. സോ എനിവേസ് എന്ത് തോന്നുന്നു? വാട്ട് യു ഫീൽ കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ? I feel good. I like talking. വേണമെങ്കിൽ ഒരു 12 മണി വരെ ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. Okay guys, tell me, do you want a 3-hour movie of we just talking, or do you want these small videos? Series, ചെറിയ സീരീസ് വേണോ അതോ ചെറിയ ഷോർട്ട് ഫിലിം വേണോ? ഗൈസ് ഡു കമന്റ്. Yeah. അല്ലേ? അപ്പോൾ ശരി ബ്രോ. Yeah. Done.